പക്ഷേ സത്യസന്ധമായിട്ട് പറയുമ്പോൾ നല്ല ചിത്രങ്ങൾക്ക് നല്ല പ്രൊഡ്യൂസേഴ്സ് വേണം, നല്ല അഭിനേതാക്കൾ വേണം, നല്ല ഡയറക്ടർ വേണം. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് രേഖാചിത്രം മറ്റു ചിത്രങ്ങളെക്കാൾ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നുന്നത്. ചിത്രത്തിൻ്റെ മഹിമയെക്കുറിച്ചോ മേന്മയെക്കുറിച്ചോ ഞാൻ കൂടുതൽ പറയേണ്ട, കാരണം ഇന്നിപ്പോൾ ഈ സദസ്സിൽ ഇവിടെ വരുന്നവർ മുഴുവൻ ഈ ചിത്രം ഭയങ്കര സംഭവമാണെന്നേ പറയുന്നത്. അപ്പം അത് അങ്ങനെ അല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നതും ഈ ചിത്രത്തെക്കുറിച്ച് വളരെ നല്ലത് മാത്രമേ പറയാൻ എനിക്ക് കഴിയുള്ളൂ. പിന്നെ അസീഫായിട്ട് എനിക്കൊരു കടം ബാക്കിയുണ്ട്. ഞാനും ഒരു വലിയ നായകനാവുന്ന ഒരു സങ്കല്പത്തിലൊക്കെ ജീവിതം തുടങ്ങിയ ഒരാളാണ്. അങ്ങനെ ആദ്യത്തെ ചിത്രത്തിൽ എന്നോട് ഡയറക്ടർ പറഞ്ഞു, നീ വില്ലനായാൽ മതി. ഭയങ്കര ബിൽഡപ്പ് ഒക്കെ തന്നെ എന്നെ കൊണ്ടുവന്നു. 2 മിനിറ്റിനുള്ളിൽ അസീഫ് എന്നെ മറൈൻ ഡ്രൈവിലോട്ട് കൊണ്ടുവന്നു. അന്ന് തീർന്നാണ് എൻ്റെ സിനിമ മോഹം. അതുകൊണ്ട് എനിക്ക് നല്ലൊരു വക്കീലാവാൻ കഴിഞ്ഞു. പക്ഷേ ഞങ്ങൾ അഭിഭാഷകന് എപ്പോഴും എന്ത് പറയുന്നതിന് ഫീസ് വാങ്ങുന്നവരാണ്. അപ്പോൾ ഫീസില്ലാതെ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ സംഭാഷണങ്ങൾക്ക് അത്ര ശക്തി പോരാതെ തോന്നുന്നു. എങ്കിലും ഈ വൈകുന്നേരം ഇവിടെ വന്ന എല്ലാവർക്കും കാവ്യ ഫിലിംസിൻ്റെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ വേണിച്ചേട്ടനെ പറ്റി ഒരു വാക്ക് പറയാന്ന് വെച്ചാൽ, ഒരു വ്യക്തി എന്ന നിലയ്ക്കും, ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്കും, ഒരു അച്ഛൻ എന്ന നിലയ്ക്കും, ഒരു ഭർത്താവ് എന്ന നിലയ്ക്കും എല്ലാം വേണിച്ചേട്ടൻ ഒരു കംപ്ലീറ്റ് പാക്കേജാണ്. അതിനൊരു സർട്ടിഫിക്കറ്റ് കാവ്യക്കൊപ്പം ഒപ്പം തന്നെ ഞാൻ തരാണ്. കാരണം ഞാനും വേണിച്ചേട്ടൻ അത്രയധികം ഒരു ബന്ധമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ അഗ്രപാണിയിലെത്തുമ്പോൾ നിങ്ങൾക്ക് തോന്നും സിനിമയുടെ പിറകിൽ അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ ബാക്കിയുള്ള ടെക്നീഷ്യൻസ് മാത്രമേ ഉള്ളൂ. പക്ഷെ എത്രയോ ദിവസങ്ങൾ ഞങ്ങൾ രാത്രികളിൽ പ്രത്യേകിച്ച് ഐഡന്റിറ്റി ടവറിലിരുന്ന് എത്രയധികം കഥകൾ കേട്ട് തീർത്തിട്ടാണ് വേണിച്ചാണെങ്കിൽ ഞങ്ങളോട് ഇരുന്നിട്ടെങ്കിൽ ഈ കഥ പോരട്ടെ എന്ന് പറയുന്നത്. അതൊന്നും ചിലപ്പോൾ വിജയിച്ച് കഴിയുമ്പോൾ ആരും കാണുന്നില്ല, ആരും കേൾക്കുന്നില്ല. പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ ധൈര്യമുള്ള ഒരാൾ വരുമ്പോൾ, ഞങ്ങൾ 2019 ഇതുപോലെ തന്നെ ദുബായിൽ വെച്ച് വലിയൊരു പ്രോഗ്രാം നടത്തി. അവിടെ വെച്ച് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത്. കാരണം വെച്ചാൽ നല്ല ചിത്രങ്ങൾ ഉണ്ടാവണമെങ്കിൽ നല്ല പ്രൊഡ്യൂസർ വേണം. നല്ല പ്രൊഡ്യൂസർമാരില്ലാത്തൊരു കാലഘട്ടമാണ്. സിനിമയിൽ ഒരുപാടധികം കോൺട്രവേഴ്സികൾ സംസാരിക്കപ്പെടുന്ന സമയമാണ്. പല കേസുകളുടെയും ഒരറ്റത്ത് ഞാനുള്ളത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം കൂടുതൽ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ, നിങ്ങൾ പ്രൊഡ്യൂസർമാരുടെ കാലമാണ് സിനിമയുടെ കാലം, വസന്തകാലം. അല്ലെങ്കിൽ നല്ല ചിത്രങ്ങൾ ഉണ്ടാവും. കാരണം നിങ്ങളുടെ ചിത്രങ്ങൾ കാണികൾ കണ്ടു കഴിയുമ്പോൾ മാത്രമാണ് പടം വിജയിച്ചു എന്നൊരു ഉറപ്പ് വരിക. അതിനു മുമ്പ് എല്ലാം ഗ്യാംബ്ലിംഗ് ആണ്. ഈ ഗ്യാംബ്ലിംഗ് മറ്റുള്ളവരുടെ ചെലവിലാണ് ബാക്കി എല്ലാവരും നടത്തുക. ആ ചെലവ് അല്ലെങ്കിൽ ആ റിസ്ക് എടുക്കുന്ന ആളാണ് പ്രൊഡ്യൂസർ. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എനിക്ക് വെളിച്ചെണ്ണെ പറ്റി മാത്രം പറയാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ സത്യം പറയാനുള്ളത്, അതുകൊണ്ട് മാത്രമേ പറഞ്ഞു. അപ്പം ഇതിന്റെ ക്രെഡിറ്റ് നല്ലൊരു കപ്പിത്താൻ നൽകി വേണിച്ചേട്ടൻ ഞാൻ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ സിമ്പിളും ഹമ്പിളും വളരെയധികം എളിമയുമുള്ള ഒരു ഡയറക്ടറാണെന്ന് മറ്റു പലരിൽ നിന്ന് ഞാൻ പറഞ്ഞറിഞ്ഞു. വിജയങ്ങൾ വരുമ്പോൾ അത് ഈ സ്വഭാവത്തിൽ മാറ്റങ്ങളില്ലാതിരിക്കട്ടെ. കാരണം ഒരുപാട് അങ്ങനെയുള്ള കേസുകളിൽ ഞങ്ങൾ ഒരറ്റത്ത് നിൽക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും മാറ്റങ്ങൾ ഉണ്ടാവില്ല. പിന്നെ അസീഫിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും പ്രത്യേകം മാറ്റങ്ങളെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അസീഫ് അവൻ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അന്ന പോലെ തന്നെയാണ് ഇന്നും. ഞങ്ങൾ എന്നെ വക്കീലെന്നെ വിളിക്കാം. അപ്പൊ ആ ഒരു സ്നേഹം എന്നുകൊണ്ട് വലിയ നിലയിലെത്തുമ്പോൾ ഞങ്ങൾക്കൊക്കെ മാറി നിന്ന് കൈയടിക്കാനായിട്ട് കഴിയണം. അനശ്വര എനിക്ക് തോന്നുന്നു ഹൈക്കോർട്ട് വന്നിട്ടുണ്ട് അല്ലേ? യു കെയിം ടു അവർ ഹൈക്കോർട്ട് സാറ്റർഡേ ഫംഗ്ഷൻ. ദെൻ മനോജ് എൻ്റെ സച്ചിയുടെ ക്ലോസ് ആണ്. അങ്ങനെ നമ്മൾ തമ്മിൽ വളരെയധികം കണക്റ്റഡ് ആണ്. നന്നായി സംസാരിക്കും. കാരണം സച്ചി is no more. സച്ചി was actually we all live together. We started our career together. പക്ഷേ എവിടെ വെച്ചോ പടിയിറങ്ങിപ്പോയി സച്ചി. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു വിഷമം കൂടിയാണ്. അപ്പോൾ ഈ പടത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, മുന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്മയോടെ ഓർക്കുകയും ഇന്ന് ഈ വൈകുന്നേരം ഈ ഒരു സെലിബ്രേഷന് വേണ്ടി ഇവിടെ എത്തിയ ഈ സിനിമയുടെ നന്മയെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കാവ്യ ഫിലിംസ് എന്ന വലിയ ഒരു കുടുംബത്തിന്റെ ഒരു മെമ്പർ എന്ന നിലയ്ക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വക്കീലിന്റെ വർത്തമാനത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ വാചകം എന്ന് പറഞ്ഞത്, ഞാൻ എന്തായാലും സത്യം പറയേണ്ടി വരും, വക്കീലെന്ന് പറഞ്ഞു. ഇൻവൈറ്റിംഗ് മിസ്റ്റർ സിദ്ദിഖ് ടി വി ഫോറൻ ഗ്രൂപ്പ് CEO വേണുചേട്ടന്റെ ബിസിനസ്
partner on the stage. വളരെ അഭിമാനമുള്ള മറ്റൊരു മുഹൂർത്തത്തിലാണ് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഓരോ മൊമെന്റും ബുർജുൽ അറബിൽ നിന്ന് തുടങ്ങി ഇന്ന് ബുർജ് ഖലീഫയിലും മേലെ പോയി നിൽക്കുന്ന ഈ ഒരു ദുബായിൽ ഇങ്ങനെ ഒരു സക്സസ് സെലിബ്രേഷൻ നടക്കുമ്പോൾ 10-30 വർഷമായിട്ടുള്ള ഒരുമിച്ചുള്ള യാത്രയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് നിൽക്കുന്നത്. ഇവിടെ എല്ലാം സംബന്ധിച്ച ഓരോരുത്തരും പുറത്തുള്ള ഒരുപാട് പേരും ഈ വിജയത്തിനും ഈ ഓരോ പടവും കയറുമ്പോഴും ആഘോഷിക്കുകയാണ്. വ്യത്യസ്തമായിട്ട് ഞങ്ങളുടെ ബിസിനസ്സിൽ കണ്ടുവരുന്ന ഫിലിമിനെ പറ്റിയിട്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു, കണ്ട് ആസ്വദിച്ച കാര്യങ്ങളാണ്, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് ഞാൻ വളരെയധികം എല്ലാ ഫിലിമുകളും എല്ലതും പോയി കാണുന്ന ഒരാളല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഞാൻ അത്ര അധികം ആസ്വദിച്ചിട്ടും ഇതായിട്ടും ഇരുന്ന ഒരു ഫിലിം മൂവി തന്നെയായിരുന്നു. അപ്പം ഇതിൽ ഉണ്ടാവുന്ന ഈ ബിസിനസ്സിൽ ഉണ്ടാവുന്ന ആ ഒരു അഗ്രസീവായിട്ടുള്ള ഓരോ പോക്ക് തന്നെയാണ് ഇതിന്റെ ഓരോ മൂവിയുടെയും സക്സസിന്റെ പുറകിൽ നിങ്ങളൊപ്പം ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന കണിശതമായിട്ടുള്ള പല തീരുമാനങ്ങളും തീർച്ചയായിട്ടും ഞങ്ങളുടെ ജീവിതത്തിലും അതുപോലെ തന്നെ ഈ ഓരോ ബിസിനസ്സിലും അങ്ങനെ തന്നെ സക്സസ് ആയിട്ട് തന്നെ വന്നിട്ടുള്ളൂ. കേൾക്കുമ്പോഴും ഒപ്പം നിൽക്കുമ്പോഴൊക്കെ പലപ്പോഴും പലർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും ആ ഒരു സക്സസ്സിൽ ഞങ്ങളെല്ലാവരും അഭിമാനം കൊള്ളുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പുറകിൽ വരാനുണ്ട്. ഇതിലെല്ലാം നല്ലത് വരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. താങ്ക് യു വെരി മച്ച്. May I invite Dr. Sohan Roy to present a memento from Kavya Films on Rega Chitram to renovate Saibi Juice, Kidangoga. സാധാരണ മലയാള സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് മേഖലയുണ്ട്. ഒന്ന് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ, സ്റ്റുഡിയോ സംബന്ധമായ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്യുന്ന തിയേറ്റർ, അത് കഴിഞ്ഞത് ഫിലിം ഫെസ്റ്റിവലിലേക്ക്, പിന്നെ അൾട്ടിമേറ്റ്ലി ഓസ്കാറിലേക്ക്. ഇതെല്ലാം നടക്കുന്നത് മിക്കവാറും മെയിൻ ചിത്രങ്ങളെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന വിസ്മയ സ്റ്റുഡിയോ ഞങ്ങളാണ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ കളക്ഷൻസ് വരുന്ന തിയേറ്റർ ഏരിയസ് പ്ലേസ് വേണ്ടത് ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന മെയിൻ സ്ട്രീം ഓസ്കാറിലേക്ക് പോകുന്ന എല്ലാ ചിത്രങ്ങളും ഞങ്ങളുടെ ഓഫീസ് വഴിയാണ്. അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ മെയിൻ പ്രൊഡ്യൂസേഴ്സുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. പക്ഷെ ഒരു കാര്യം തുറന്നു പറയാം, ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സിനിടയ്ക്ക് അസൂയ എന്ന് പറയുന്ന കാര്യം പിടിച്ചു വിട്ടേക്കുന്നത് ശ്രീ വേണുജിയാണ്. എല്ലാവർക്കും നല്ല ഒന്നാന്തര അസൂയുണ്ട്. കാര്യം മലയാള സിനിമയിൽ ബെമ്പർ അടിക്കുന്ന പോലെയാണ്, അതായത് ലോട്ടറിയിൽ ബെമ്പർ അടിക്കുന്ന പോലെയാണ് ഒരു സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കുന്നത്. അത് ഒരു തവണ അടിക്കാം, 2 തവണ അടിക്കാം, ഇങ്ങനെ ഹാട്രിക് ഒക്കെ അടിക്കാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ്. സിനിമ ഇൻഡസ്ട്രി മൊത്തം ഒരു ചർച്ചയായിരിക്കുകയാണ്. പക്ഷേ ഇനിയും അടിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഈ വിജയം ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ഹോപ്പ് കൊടുക്കുന്നതാണ്. കാര്യം അത് സിനിമയുടെ സെലക്ഷൻ ആയിരിക്കാം അദ്ദേഹത്തിന്റെ വിജയ രഹസ്യം. അത് എല്ലാ പ്രൊഡ്യൂസേഴ്സും അതുപോലെ വളരെ കുറച്ച് പേപ്പർ വർക്ക്, കുറച്ച് സമയം എടുത്ത് കാര്യം ചെയ്തതിന് മുമ്പ് അദ്ദേഹത്തിന് ട്യൂഷന് പോകുന്നത് നല്ലതായിരിക്കും. കുറച്ച് നല്ലൊരു ടീമിനോടൊപ്പം നിന്നുകൊണ്ട് അത് തിരഞ്ഞെടുത്ത് നല്ലൊരു ചിത്രം നിർമ്മിക്കാൻ ശ്രമിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വിജയത്തിന് എല്ലാവിധ ആശംസകളും. നന്ദി. സ്വാഭാവികമായും ഡോക്ടർ സോഹൻ റോയ് അങ്ങനെ തന്നെ പറയണം. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയ ഒരു അസൂയാണ് പറഞ്ഞത്. 999 എന്ന മഹത്തായ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ഡോക്ടർ സോഹൻ റോയ്, അങ്ങേക്കും വരട്ടെ വിജയങ്ങൾ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. May I invite Mr. Sudhir Kumar from Crescent Menon to present a memento to Siddhika. ശ്രീ ഏജോ ക്ഷണിക്കുന്നു. കാവ്യ ഫിലിംസിന്റെ സഹയാത്രികനും മാളികപ്പുറം എന്ന സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറുമായിരുന്നു ശ്രീ ഏജോ.
and 30 years. ഗുഡ് ഈവനിങ് ഓൾ. ആദ്യമായി 50-ാം ദിവസം ആഘോഷിക്കുന്ന രേഖാചിത്രം എന്ന ഈ സിനിമയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും, നടീനടന്മാർക്കും, ഡയറക്ടർക്കും, സർവോപരി വേണുചേർന്ന് ഒരു നന്ദി പറയുകയാണ്. കാരണം നമ്മളെല്ലാവരും പറഞ്ഞു മലയാള സിനിമയിൽ ഈ വർഷത്തെ ആകെ ഒരു വിജയം രേഖാചിത്രത്തിന് മാത്രമാണ്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതിക്ക് മുൻപ് അഡ്വക്കേറ്റ് സൈബിയും സിദ്ദിഖിയും പറഞ്ഞു കഴിഞ്ഞു. അതായത് വേണുചേട്ടൻ്റെ ഡെഡിക്കേഷൻ ചെറിയ ഡെഡിക്കേഷനല്ല. ഈ രേഖാചിത്രം എന്ന പടം നമ്മൾ നോക്കുമ്പോൾ 6 മാസത്തെ ഒരു ഷൂട്ടിംഗ് അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ്, പക്ഷെ ഇതിന് പുറകിൽ വേണുചേട്ടൻ്റെ 30 വർഷത്തിന് മുകളിലുള്ള കഠിന പ്രയത്നമാണ്. മാത്രമല്ല ഈ രേഖാചിത്രം അല്ലെങ്കിൽ കാവ്യ ഫിലിംസിൻ്റെ ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് 3 കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, പടത്തിൻ്റെ പ്ലാനിങ്. 2, അത് ഷൂട്ടിംഗ് തുടങ്ങി അതിൻ്റെ അവസാനം വരെയുള്ള അതിൻ്റെ ഡെഡിക്കേഷൻ. 3-ാമതൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്, ടീം വർക്ക്. ടീം വർക്കിലുപരി കാവ്യ ഫിലിം ഒരു കുടുംബം പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് ഈ പറയുന്ന ഹാട്രിക്. ഇനിയും കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ നിറയെ ചിത്രങ്ങൾ, വൻ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. I invite Dr. Satish to come up to present a memento to AJO. തീർച്ചയായിട്ടും വളരെ സന്തോഷം തരുന്ന കാര്യമാണ് സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന രീതിയിൽ സിനിമകൾ വിജയിക്കുമ്പോൾ ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം ഒരുപാട് പേരുടെ എഫേർട്ട്, ഒരുപാട് പേരുടെ പ്രാർത്ഥന, ഒരുപാട് പേരുടെ അധ്വാനം എല്ലാം അതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ എത്ര തന്നെ നമ്മുടെ അധ്വാനത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴും വിജയം ഉണ്ടാകുമ്പോഴാണ് അതിന് ഏറ്റവും വലിയ മധുരം ഉണ്ടാകുന്നത്. അത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് എല്ലാ കാലത്തും ഉണ്ടാവുന്നുണ്ട്. പ്രത്യേകിച്ചും വേണുചേട്ടൻ ഒരു പ്രവാസി ബിസിനസ് മാൻ എന്ന രീതിയിൽ മലയാള സിനിമയിൽ വന്ന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഇവിടെ ഉണ്ടാവുന്ന നിങ്ങളുടെ എല്ലാവരുടെയും വലിയ സപ്പോർട്ടിന് അതൊരു വലിയ ബലമായിട്ട് തന്നെയാണ് അതിനെ കാണേണ്ടത്. തീർച്ചയായിട്ടും ഇതുപോലെ വലിയ വിജയ ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. കാവ്യ ഫിലിംസിൻ്റെ ബാനറിൽ വലിയ വലിയ സിനിമകൾ ഒരുക്കുന്നുണ്ട്. അതിനെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് തുടർന്നും ഉണ്ടാവട്ടെ. എന്തായാലും എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ദ ടീം ഓഫ് രേഖാചിത്രം. ഒട്ടും പ്രതീക്ഷിക്കാത്ത പരിപാടിയാണ്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. I invite Mr. Hari G. Pillai from HRM Associates to please come forward to present a memento to Arun. ചലച്ചിത്ര മേഖലയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന നിർമ്മാണ കമ്പനികളുടെ പേരുകൾ എന്നും എന്നും മലയാളം ഓർക്കും. മഞ്ഞിലാസ്, ഉദയ, സെവനാസ്, സെഞ്ചുറി, അങ്ങനെ പോകുന്നു ആ പേരുകൾ. എന്നാൽ വർത്തമാന കാലഘട്ടത്തിൽ ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന പേര് തീർച്ചയായും
കാവ്യ ഫിലിംസ് എന്ന് തന്നെയാണ്. ചലച്ചിത്ര മേഖല പ്രത്യേകിച്ച് നിർമ്മാണത്തിൽ തന്നെ ഏറെ വെല്ലുവിളികൾ നേരിടുന്നു എന്ന് ഉത്തരവാദിത്വപ്പെട്ടവർ തന്നെ തുറന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെയാണ് ഒന്നിനു പുറകെ ഒന്നായി ഹിറ്റുകൾ സമ്മാനിച്ച് കാവ്യ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കുന്നത്. 2 വർഷങ്ങളിലായി 3 വിജയ സിനിമകൾ ഒരുക്കി ആഘോഷിച്ചു കാവ്യ ഫിലിംസ്. 1 മാളികപ്പുറം, ഈ മുറിക്കകത്ത് തന്നെയായിരുന്നു ആഘോഷം. 2 ഓസ്കാറിന്റെ പടിവാതിലെത്തി ഒന്ന് മുട്ടി നോക്കിയ 2018. ഇപ്പോൾ ഇതാ നിങ്ങളെല്ലാവരും പങ്കെടുക്കുന്ന രേഖ ചിത്രം. സ്വാഭാവികമായും ഒരു ചരിത്ര നാൾ വഴി കാവ്യ ഫിലിംസിലുണ്ട്. കാവ്യ ഫിലിംസിന്റെ ചരിത്ര നാൾ വഴികളിലേക്ക് ഓവർ ടു ദ വീഡിയോ. ഇതിൽ ഒരല്പം കൂടുതൽ പ്രതീക്ഷയുണ്ട്. കോട്ട് അൺകോട്ട് വേണു കുന്നപ്പള്ളി. ആ വിജയത്തിന്റെ ഭാഗമായി ആ പ്രതീക്ഷ വിജയിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന ആഘോഷം എന്ന് പറയുന്നത്. രേഖാചിത്രം ഭൂതകാലത്തെ ഒരു സിനിമയ്ക്കുള്ളാണോ അതോ വർത്തമാനകാലത്തെ സിനിമയ്ക്കുള്ളിലെ സിനിമയാണോ എന്നെനിക്കറിയില്ല. എന്ത് തന്നെയായാലും ഞാനിന്ന് പ്രേക്ഷകനോട് സംവദിച്ചത് ഏറെ കൃത്യമായി തന്നെയാണ്. 4 പതിറ്റാണ്ട് മുൻപ് മലയാളി കാണുക മാത്രമല്ല ഇന്ന് എന്നും കേൾക്കുന്ന ഭരതേട്ടന്റെ സർഗസംഗീതമായ ചലച്ചിത്ര കാവ്യം കാതോട് കാതോരം എന്ന ചിത്രത്തിലെ നിമിഷങ്ങളെ അടർത്തി സമാന്തര കഥയും കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുനരവതരിപ്പിക്കുക എന്നതിനെ ഒരുപക്ഷെ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറയുവാൻ സാധിക്കും. പഴയ കാലഘട്ടത്തെ ഭാവുകത്വം അമിതമാവാതെ വർത്തമാന കാല യാഥാർത്ഥ്യം ചേർന്ന് നിൽക്കുന്നു രേഖാചിത്രത്തിന്റെ ആവിഷ്കാരത്തിൽ എന്ന് പറയേണ്ടി വരും. സസ്പെൻസ് ഒരു പോസ്റ്റ് ആയി മാറാതെ പഴയകാല മുത്താരം കുന്ന് PO രേഖാചിത്രം പൂർണ്ണമാവുകയാണ്. മാജിക്കുകളുടെ മാജിക്കാണ് രേഖാചിത്രം എന്ന് ഞാൻ പറയും. പുതുമയുള്ള അവതരണമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന വിജയം എന്നും ഞാൻ പറയും. ഈ സിനിമയുടെ മേക്കേഴ്സിന് ഞങ്ങൾ പ്രേക്ഷകരുടെ നിറ കയ്യടി തരികയാണ്. മാജിക്കുകളുടെ മാജിക് എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വാഭാവികമായി ഒരു മാജിക്കിൽ നിന്നും തുടങ്ങണം. കുറെ മാജിക്കുകളാണ്. ആദ്യ മാജിക് എലിമെന്റിനെ ക്ഷണിക്കുകയാണ്. കഥ രാമു സുനിൽ. അരവിന്ദന്റെ അതിഥികൾ എന്ന സിനിമയുടെ ഇടവേള സമയത്ത് ജോഫിനോട് ഞാൻ പറഞ്ഞ ഒരാശയം ഇന്ന് ഒരു വലിയ മലയാളത്തിൽ വലിയ വിജയ ചിത്രമായി മാറിയിരിക്കുകയാണ്. ഈ ആശയം എൻ്റെ മനസ്സിലേക്ക് വന്നത് അതിനും വർഷങ്ങൾക്ക് മുന്നേ 2013 ഞാൻ ആദ്യമായി സഹസംവിധായകനായി വർക്ക് ചെയ്ത വായനയുടെ ദിവസം എന്ന തമിഴ് സിനിമ മൂന്നാറിലായിരുന്നു സിനിമയുടെ ഷൂട്ട്. അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റ് കോർഡിനേഷൻ എൻ്റെ ഞാൻ എൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അന്നാണ് ഒരു സിനിമയ്ക്ക് പിറകിൽ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ജീവിതം വളരെ ക്ലോസ്ലി വാച്ച് ചെയ്യാൻ ഒരു അവസരം എനിക്ക് ഉണ്ടാകും. ഒരു ഡയലോഗ് കിട്ടുമ്പോൾ അവരെ മൊത്തറിയുന്ന സന്തോഷങ്ങളൊക്കെ ഒരു സിനിമ സെറ്റിലെ ഹൈറാർക്കിയിലെ ഏറ്റവും താഴെ നിന്നുള്ളൊരു പ്രതീക്ഷയോടെ സിനിമയെ കാണും. അവരുടെ ജീവിതം എന്നാണ് ആദ്യമായിട്ടുള്ള അവസരം ഉണ്ടായത്. അവിടെ നിന്നും പറയുകയാണെങ്കിൽ എൻ്റെ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ട് പെൺകുട്ടി, ആ പെൺകുട്ടി എല്ലാ ദിവസവും ഞാൻ സിനിമ ഷൂട്ട് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തുമ്പോൾ വളരെ നല്ല ചിരിയോടെ സ്വീകരിക്കും. അപ്പോൾ ഈ മൂന്നാറിൽ ഷൂട്ടായതുകൊണ്ട് കൊച്ചിൻ നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റിൽ അറേഞ്ച് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലോക്കലിയാണ് അറേഞ്ച് ചെയ്തത്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ പെൺകുട്ടി സെറ്റിൽ
ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നിട്ട് ഇതിപ്പോൾ അതേപോലെ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തത്. അതേസമയം ഷോർട്ടിൽ ഫ്രെയിമിൻ്റെ ഒരു അറ്റത്ത് നിൽക്കുന്നവരെ സൂസൈഡ് ആയിട്ട് വളരെ ഷോർട്ടിൻ്റെ സിറ്റുവേഷൻ ഉണ്ട്. അവർ വളരെ ഷോക്കിലായിട്ട് നോക്കി പോകുന്നുണ്ട്. അന്ന് എവിടെയോ അത് ഇമോഷണലി ബുക്ക് ചെയ്ത് പിന്നീട് ഞാൻ 2 കൊല്ലത്തോളം സിനിമ കാണുമ്പോൾ മുന്നിൽ നിൽക്കുന്നവരാണ് ശ്രദ്ധിച്ചത്. നോക്കുമ്പോൾ അവർ പല സിനിമകളുമുണ്ട്, ഇതുവരെ ഞാൻ അവരെ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ അവർ പല സിനിമകളും അങ്ങനെ കൺമുന്നിൽ ഉണ്ടായിട്ടും കാണാതെ പോയത് എന്നാ ചിന്തയാണ് രേഖ എന്ന കഥാപാത്രം. പിന്നീട് 2015 സമയത്ത് ചേലക്കര പോലീസ് സ്റ്റേഷനാണല്ലോ ഒരു വാർത്ത കാണുന്നു. ചേലക്കര റൂമൊക്കെ ലഭിക്കും ചേലക്കര പോലീസ് സ്റ്റേഷനിൽ. പിന്നെ അവിടുത്തെ വനപ്രദേശത്ത് ഒരു അൺഐഡന്റിഫൈഡ് ബോഡി കുഴിച്ച് ഒരു പിന്നെ വർഷങ്ങൾക്ക് മുന്നേ കുഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും വെളിവാക്കിയില്ല. പോലീസ് നോക്കുമ്പോൾ അവർ ബോഡി ലഭിക്കും, പക്ഷെ ആരാണ് എന്താണെന്ന് അറിയാൻ അന്വേഷണമായി. ഈ 2 തോട്ടും മനസ്സിൽ മെറിച്ചായിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഏകദേശം കഥാരൂപമായിട്ടും ആദ്യം മനസ്സിൽ വന്നത് ഒരു മനസ്സിലാക്കിയൊരു തീരുമാനം ഡിസിഷൻ എന്താ വെച്ചാൽ ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ് ഫിക്ഷണൽ സ്പേസിൽ വർക്കാവില്ല. കഥ ഇതിനൊരു യഥാർത്ഥ സിനിമയുടെ പശ്ചാത്തലം തന്നെയാണ്. അതാണ് ആൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന് പറഞ്ഞത് ജോണിൻ്റെ സാധ്യതകളിൽ മനസ്സിലെത്തിക്കുന്നത്. അങ്ങനെ ഏകദേശം ഈ കഥാരൂപം ആയതോടെ 2018 ഞാൻ ജോഫിന് അരങ്ങെത്തിക്കുന്ന സിനിമ കാണുമ്പോഴാണ് ഇന്റർവൽ സമയത്ത് ജോഫിനോട് ഇതിൻ്റെ ഏകദേശം ആദ്യത്തെ ഒരു സ്റ്റോറിയായിട്ട് ഞാൻ പറയും. അത് വലിയ യാത്രയുടെ തുടക്കമായിരുന്നു. അതിൽ ഒരുപാട് കാര്യങ്ങൾ ജോഫിന് പറയാനുണ്ട്. അത് സാധാരണ വെറുതെ പറയുന്നതല്ല, ഒരു നിസ്സാരമായൊരു കാര്യമായിരുന്നില്ല. വളരെ കഷ്ടപ്പാടുള്ള ഒരു യാത്രയിൽ നേരിടേണ്ടി വരുന്നത്. അതിനെക്കുറിച്ചും കൂടി ജോഫിൻ തന്നെ പറയും. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു വിജയം സമ്മാനിച്ചതിന് എല്ലാവരോടും, സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാ ടെക്നീഷ്യൻസിനും, പ്രേക്ഷകരോടും, അഭിനേതാക്കളോടും എല്ലാവരോടും നന്ദി പറഞ്ഞു. നമസ്കാരം. എന്നതാണ് ഒരു സിനിമയുടെ ജനനത്തിനൊരു സ്വാഭാവിക പ്രോസസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് തിയറി ആയിരിക്കാം, ഒരുപക്ഷെ മറ്റ് പല പ്രോസസ്സിലൂടെയും വർത്തമാനങ്ങളിലൂടെയും സിനിമ പിറക്കുമായിരിക്കാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു തിയറി പ്രോസസ്, ഒരു കഥയുണ്ടാകുന്നു. പിന്നെ വേണ്ടത് സംവിധാനമാണ്, സംവിധായകനാണ്. ഹൈ ക്വാളിറ്റി മേക്കിംഗ് തന്നെയാണ് രേഖ ചിത്രത്തിന്റെ നട്ടെല്ല് എന്ന് ഞാൻ പറയും. കണ്ണിമ വെട്ടാതെ പ്രേക്ഷകനെ കൊണ്ട് കണ്ടിരിപ്പിക്കുവാൻ തോന്നുന്ന ഒരു മാജിക് അവിടെ പ്രയോഗിക്കണം. പഴമയും പുതുമയും ചേരുന്നിടത്ത് നല്ല ഒരു നട്ടെല്ലുള്ളവന് മാത്രമേ ഇത് തോളിലേക്ക് എടുത്തു വെക്കുവാനും സാധിക്കുകയുള്ളൂ. തൻ്റേത് നല്ല ഒരു നട്ടെല്ലാണെന്ന് ജോഫിൻ ടി ചാക്കോ എന്ന സംവിധായകൻ തെളിയിച്ചിരിക്കുന്നു. ഇൻവൈറ്റിംഗ് ദി ഡയറക്ടർ ജോഫിൻ ടി ചാക്കോ. എല്ലാവർക്കും നമസ്കാരം. അത് തന്നെ രാമു പറഞ്ഞ പോലെ 2018 ഞാൻ കേട്ട ഒരു കഥയല്ല, ഒരു ആശയം. അത് തിയേറ്ററിൽ വെച്ച് ആദ്യമായി കേട്ടപ്പോൾ തന്നെ ഇതിലൊരു സിനിമയുണ്ടെന്ന്, ഈ സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒന്ന് ഞാൻ സംവിധായകനായിട്ടില്ല, ആദ്യം ചെയ്തിട്ടില്ല, സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന 2 പയ്യന്മാരാണ്. അതിനപ്പുറത്തേക്ക് ഒരു മേൽവിലാസം ഉണ്ടായിരുന്നില്ല. എനിക്ക് അസിസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ പരിചയമില്ല. അതിനുവേണ്ടി ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു മാർക്കറ്റിംഗ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ തന്നെ അറിയാം. അപ്പോൾ സിനിമ ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ആദ്യമായി സംവിധാനം ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരു കഥ 2018 രാമു തിയേറ്ററിൽ വെച്ച് പറയുന്നു. അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായതാണ് രേഖാചിത്രം എന്നുള്ള പേരുൾപ്പെടെയുള്ള ഈ സിനിമയുടെ ഇന്ദ്രൻസേട്ടൻ കഥ പറയുന്നിടത്ത് വരെയുള്ള എപ്പിസോഡ്. പക്ഷെ അതിനുശേഷം ഈ സിനിമ എങ്ങോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് തന്നെ ഞാൻ ആസിക്കെടുത്ത് അതിൻ്റെ ബേസിക് ഐഡിയ പറഞ്ഞിട്ടുണ്ടാണ്. ആസിക്ക് അത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അത് വർക്ക് ചെയ്ത് വന്നപ്പോഴാണ്
ഈ സിനിമ പല ആൾക്കാരിലൂടെ പോകണം. മമ്മൂട്ടി ഉൾപ്പെടെയുള്ള മലയാളത്തിലെ പരൻ സാർ ഉൾപ്പെടെ ജോൺപോൾ സാർ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലൂടെ പോകണം എന്നൊരു ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. അപ്പോൾ അതൊരിക്കലും എനിക്കൊരു ആദ്യ സിനിമയായിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടില്ല, അവരൊന്നും സമ്മതിക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് അത് രണ്ടാമത്തെ സിനിമയായിട്ട് തന്നെ മാറ്റിവെക്കുന്നത്, ആദ്യ സിനിമയായിട്ട് റിലീസ് ചെയ്യുന്നത്. അതിനുശേഷം റിലീസ് ചെയ്യുമ്പോൾ തന്നെ അറിയാം എനിക്കറിയാം, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാമായിരുന്നു ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ, ചെയ്യാൻ ശ്രമിക്കുന്ന സിനിമ രേഖായുധമാണെന്ന്. റിലീസ് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു 1-1.5 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഞാൻ തമ്മിലുള്ള യാത്രകൾ ഈ സിനിമയ്ക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാലം യാത്ര ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ഉണ്ടാക്കിയത്. ആ സമയത്താണ് ഒരാളും കൂടി ഇത് വേണം എന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നതും അതിലേക്ക് ജോണിനെ ഞങ്ങൾ വിളിക്കുന്നതും ജോൺ കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ബാക്കി തിരക്കഥ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കഥ ഒരു കഥാരൂപമായി കഴിഞ്ഞ സമയത്ത് ആദ്യം മമ്മൂക്കയോട് പറഞ്ഞു, മമ്മൂക്ക സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഈ സിനിമ സംഭവിക്കുള്ളൂ എന്ന് അറിയുമായിരുന്നു. മമ്മൂക്ക സമ്മതിച്ചു. അതിനുശേഷം ജോൺപോൾ സാറിനോട് സംസാരിച്ചു. ജോൺപോൾ സാർ മരിച്ചിട്ടില്ല, അദ്ദേഹം സമ്മതിച്ചു. അങ്ങനെ ഈ സിനിമയിൽ ഇപ്പോൾ വന്നിട്ടുള്ള എല്ലാവരുമായിട്ടും അതിൽ മരിച്ചുപോയ പരൻ സാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കുടുംബത്തോടൊക്കെ സംസാരിച്ച ശേഷം ഇവരുടെയൊക്കെ ന്യൂസ് എടുക്കുക എന്ന് പറയുന്ന വലിയൊരു പ്രോസസ്സിന് ശേഷമാണ് ഞങ്ങൾ ഈ സിനിമയുടെ തിരക്കഥ എഴുതി തുടങ്ങിയത്. തിരക്കഥ എഴുതി കഴിഞ്ഞ ശേഷം എഴുതി കഴിഞ്ഞ സമയത്താണ് ഈ സിനിമയ്ക്ക് അത്യാവശ്യം ഒരു ബഡ്ജറ്റ് വരുന്നത്. അത്യാവശ്യം ബഡ്ജറ്റ് വരും. അതിനൊപ്പം തന്നെ സിനിമയുടെ അവസ്ഥ ഞാൻ റിലീസ് ചെയ്യുന്ന സമയത്തിന് ശേഷം ഒരു വലിയ കാലയളവിൽ എല്ലാ സിനിമയ്ക്കും നല്ല രീതിയിൽ OTT ബിസിനസ് ഉൾപ്പെടെ നടത്തുന്നു, എല്ലാ സിനിമകളും സേഫ് ആവുന്നു എന്നുള്ള അവസ്ഥയിൽ ഞങ്ങൾ എഴുതി തുടങ്ങിയ സിനിമ. ഞാൻ സിനിമ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഒരു സിനിമയ്ക്കും കച്ചവടം നടക്കില്ല, ഭയങ്കര റിസ്ക്കാണ്, സിനിമ നിർമ്മിക്കുന്നത് ഭയങ്കര റിസ്ക്കാണ് എന്നുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായിരുന്ന ടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കണ്ട് ശീലിച്ചിട്ടുള്ള ത്രില്ലറല്ല. സെക്കൻഡ് ഹാഫിൽ കുറച്ചും കൂടി സ്ലോ പേസിൽ കഥ പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ എത്രത്തോളം ഇതുപോലെ കളക്ഷൻ വരുമോ എന്നുള്ള ഞങ്ങൾക്ക് ഇതിൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് ഇങ്ങനെ പറയണം എന്നുള്ളത്. പക്ഷെ പുറത്തുനിന്ന് കേൾക്കുന്ന സമയത്ത് അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുമെന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചന വഴിയാണ് ഞാൻ വേണു സാറിലേക്ക് എത്തുന്നത്. എനിക്ക് അത് നന്ദി പറയുന്നത് വേണു സാറാണ്. വേണു സാർ ഈ സിനിമ കേൾക്കുന്ന സമയത്ത് ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ ഈ സിനിമ ഞാൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ജഡ്ജ്മെന്റ് എനിക്ക് തോന്നുന്നു. അതിനുശേഷം മാനേജർ പറഞ്ഞത് വേണു സാർ ഓക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാണ്, ആ സിനിമ നമ്മൾ ചെയ്യുന്നു, നമുക്കത് അത് അദ്ദേഹത്തിൻ്റെ ഉള്ളൊരു തിയേറ്റർ ജഡ്ജ്മെന്റിന്റെ ഒരു വിജയമാണ്. കാരണം ഈ സിനിമയുടെ സെക്കൻഡ് ഹാഫ് കേൾക്കുന്ന സമയത്ത് ഈ സിനിമ തിയേറ്ററിൽ വിജയിക്കുമെന്ന് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ടഫാണ്. അതൊരു സ്ലോ പേസുള്ള സിനിമയാണ്. പല ആൾക്കാർക്കും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ ആദ്യത്തെ ഡ്രാഫ്റ്റ് വായിച്ച സമയത്തുണ്ടായിരുന്നു. പക്ഷെ അതിനെ പൂർണ്ണ സമ്മതത്തോടുകൂടി ഞങ്ങളോടൊപ്പം നിൽക്കുകയും ഞങ്ങളുടെ ടീമായിട്ട് ഒരു വലിയ ബഡ്ജറ്റിലേക്കൊന്നും പോവാതെ ഈ സിനിമ തീർക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഞങ്ങൾ സാധിച്ചു പറയുന്ന സമയത്ത് അതിൽ പറയുന്ന ഒരുപാട് പേരോട് എന്ന് പറയാനുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, സിനിമ നടക്കുന്ന സമയത്ത് ആർട്ടിസ്റ്റുകൾ ലേറ്റ് ആയിട്ട് വരിക, ആർട്ടിസ്റ്റുകൾ ഗ്യാരണ്ടി ഇരിക്കുകയാണ് എന്നുള്ള സംഭവത്തിൽ ഒരുപാട് ചാനലുകൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ സിനിമയിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള സമയത്ത് നേരത്തെ എത്തിയിട്ടുള്ള കാര്യമേ ഉണ്ടായിട്ടുള്ളൂ. ഒരാളൊന്നും വൈകിട്ടില്ല. എല്ലാ ദിവസവും രാവിലെ 9 വരെ ഷൂട്ട് ചെയ്യും, ചില ദിവസം 2 മണിക്ക് ഷൂട്ട് ചെയ്യും, പിറ്റേ ദിവസം 8 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്തും എല്ലാവരും എല്ലാ സമയത്തും കൂടെ ഉണ്ടായിരുന്നു. അതിൽ മനോജേട്ടൻ മുതൽ സീനിയറായിട്ടുള്ള മനോജേട്ടൻ മുതൽ അനശ്വര മുതൽ ആസിഫ് മുതൽ എല്ലാവരും ഞങ്ങളൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൃത്യമായിട്ട് ദിവസം എടുത്ത് പറയാനുണ്ടായിരുന്നു, ഒരു പെരുന്നാൾ ദിവസം രാവിലെ 7 മണിക്ക് പള്ളിയിൽ പോകാതെ ആസിഫ് വന്ന് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം ഈ സിനിമയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഞങ്ങൾക്ക് ഒരു ഈ പറയുന്ന 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുകയും ഇത്രയും 90 പേശുള്ള സിനിമ 60 ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുകയും അതിന് എല്ലാവരോടും എനിക്ക് നന്ദി പറയാറുണ്ട്. ഒരുപാട് ദീർഘിക്കുന്നില്ല. എനിക്കിതിൽ ഏറ്റവും നന്ദി പറയാനുള്ള 2 ആൾക്കാരും ആൻഡ്രോ ചേട്ടൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ടില്ല. അദ്ദേഹത്തെ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മമ്മൂട്ടി മോഹൻലാൽ സിനിമയിൽ 2 പേരും കൂടെ ഒപ്പം അഭിനയിക്കുന്ന ദിവസമായതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല. അദ്ദേഹത്തിനോട് നന്ദി അറിയിക്കുന്നു, മമ്മൂട്ടിയോട് നന്ദി അറിയിക്കുന്നു. ഇവിടെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത എന്നോടൊപ്പം ടീമായിട്ട് വന്നിട്ടുള്ള എല്ലാവരോടും താങ്ക് യു. കഥയും സംവിധായകനും എത്തുന്നു. ഇത് സ്വാഭാവികമായും വേണ്ടത് ഒരു തിരക്കഥയാണ്. ഈ പ്രോസസ്സിൽ ജോഫിൻ തന്നെ ഇവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു,
ഈ ഇരുവരോടുമൊപ്പം ചേർന്ന മൂന്നാമനെ കുറിച്ച്. അങ്ങനെ അമൂർ സംഘം ചേർന്നാണ് തിരക്കഥയുണ്ടാകുന്നത്. രേഖാചിത്രത്തിന്റെ തിരക്കഥ പഴുതുകൾ ഒട്ടും പറയാനില്ലാത്ത ഒരു തിരക്കഥയാണ്. ആ മൂന്നാമനെ ക്ഷണിക്കുന്നു ജോൺ മന്ത്രിക്ക്. എനിക്ക് ഈ ഇപ്പോൾ ആദ്യമായിട്ട് ഓർമ്മ വരുന്നത് ജോഫിൻ ഈ സിനിമയുടെ കാര്യമായിട്ട് തന്നെ ഓടി വരുന്ന സമയത്ത് ജോഫിൻ പറഞ്ഞു സിനിമയുടെ ജോണർ ആൾട്ടർനേറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ ഈ ഒരു ജോണർ മലയാളത്തിലധികം കേൾക്കാത്ത ഒരു ജോണറാണ്. പിന്നീട് ഇങ്ങനെ കഥ കൂടുതലായിട്ട് പറയുമ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ മലയാള സിനിമയിലെ മഹാത്മായിട്ടുള്ള ബാലൻ സാറുണ്ട്, അതുപോലെ ജോൺ സാറുണ്ട്, മമ്മൂക്കയുണ്ട്. അതുമാത്രമല്ല പിന്നെ രാഹുൽ വളരെ ഒരു പെക്യൂരിയർ സിറ്റുവേഷനിൽ വളരെ ഓർഗാനിക്കായിട്ട് ആലോചിച്ചെടുത്ത ഒരു കഥയുണ്ട്. അങ്ങനെ വളരെ നല്ല ഒരു സിനിമ, ഒരു മലയാളത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന, ചിലപ്പോൾ കാലാനുവർത്തിയായിട്ട് കാലത്തെ ജീവിക്കുന്ന ഒരു സിനിമയുടെ ഒരു കഥയായിട്ട് എനിക്കത് അപ്പം തന്നെ തോന്നുന്നു. അങ്ങനെ പിന്നീട് ഞങ്ങളതിൽ വർക്ക് ചെയ്തു. ഈ കഥയിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ വന്നു. ഈ കഥാപാത്രത്തെ ഒരുപാട് നല്ല നടികന്മാരെ അവതരിപ്പിച്ചു. ഈ സിനിമയ്ക്ക് നല്ലൊരു സിനിമാറ്റോഗ്രാഫർ വന്നു, പിന്നെ മ്യൂസിക് ഡയറക്ടർ വന്നു, എഡിറ്റർ വന്നു. അങ്ങനെ ഈ സിനിമയിൽ നിന്ന് നമ്മളെല്ലാവരും വിജയം ആഘോഷിക്കുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ വളർന്നു. ആ ഒരു മൊമെൻ്റാണ് നമ്മുടെ ഈ ഒരു മൊമെൻറ്റിൽ എനിക്ക് ഈ ഒരു സിനിമയിൽ വർക്ക് ചെയ്യാൻ അവസരം അതുപോലെ ആലോചന എല്ലാവരോടും എൻ്റെ നന്ദി പറയുന്നു. അതുപോലെ അനശ്വര മാനേജർ എല്ലാ ആർട്ടിസ്റ്റുകളും വളരെ മികച്ച രീതിയിൽ ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്ത സമയത്തൊക്കെ മനസ്സിൽ വിചാരിച്ചതിനെങ്കിൽ വളരെ നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഒത്തുവന്ന ഒരു നല്ല സിനിമയായിട്ട് രേഖ. ഇപ്പം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിമാനിക്കാവുന്ന എല്ലാവരുടെയും കരിയറിൽ ഒരു നല്ലൊരു വർക്കായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ് രേഖ. ഇതുപോലത്തെ സിനിമ വേണിച്ചേർത്ത് ഇങ്ങനത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ. കാര്യത്തിൽ എനിക്ക് അതുപോലെ തന്നെ ആലോചന എല്ലാവർക്കും എല്ലാവിധ ആശംസയും നന്ദി, നമസ്കാരം. കഥയും സംവിധായകനും തിരക്കഥയും ജനിക്കുന്നു. ഇനി വേണ്ടത് നിർമ്മാതാവാണ്. നിർമ്മാതാവുക എന്നത് ഒരു വ്യവസായ രേഖയ്ക്കൊപ്പം സർഗാത്മക രചനയുടെ രേഖാചിത്രം കൂടിയാണ് എന്ന നല്ല തിരിച്ചറിവുള്ള കാവ്യ ഫിലിംസിലേക്ക് എത്തുക എന്നത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതായിരുന്നു. കാവ്യ ഫിലിംസ് ഈ ചിത്രം ഏറ്റെടുക്കുന്നു. കാവ്യ ഫിലിംസിന്റെ കാവ്യാത്മക തീരുമാനങ്ങൾ എടുക്കുന്ന, നയിക്കുന്ന, വിജയങ്ങൾ കൊയ്യുന്ന വേണു കുന്നപ്പള്ളി, പ്രൊഡ്യൂസർ പ്രിയപ്പെട്ട വേണുചേട്ടൻ. നമസ്കാരം. ഇന്ന് വളരെയധികം സന്തോഷമുള്ള ദിവസം. ഇതുപോലുള്ളൊരു ആഘോഷം ഇപ്പോൾ സിനിമ നഷ്ടത്തിലോട്ട് പോകുന്ന സമയത്ത് ഇതേപോലെ വല്ലപ്പോഴും മാത്രമാണ് ഇതേപോലെ സക്സസ് സെലിബ്രേഷൻ എല്ലാം സാധിക്കുന്നത്. ഇതിപ്പോൾ 2 വർഷത്തിനുള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ 3ാമത്തെ സക്സസ് സെലിബ്രേഷനാണ് നമ്മൾ ദുബായിൽ ആഘോഷിക്കുന്നത്. ഇപ്പം ഇതിനു മുന്നേ എനിക്ക് മുന്നേ സംസാരിച്ച പലരും ഈ കാവ്യ ഫിലിം കമ്പനിയും എന്നെയും വളരെയധികം പ്രശംസിച്ച് സംസാരിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അന്ന് ആർക്കും അറിയാത്ത വേറെ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എല്ലാവരും ഈ സക്സസിൻ്റെ ഇത് മാത്രം കേട്ടാൽ പോലെ 2017 ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നത്, എൻ്റെ ജീവിതത്തിലോട്ട് സിനിമ കടന്നത്. അതിന് നിമിത്തമായത് ഞങ്ങളൊരു ബില്ലുകൾ താമസിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട് ഡോക്ടർ സതീഷും സുമിതയാണ്. ഞങ്ങൾ രാത്രി പല ചർച്ചകളിലും എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് സിനിമയെന്ന് പറയുകയും കാലഘട്ടത്തിൽ എനിക്ക് പരിചയമുള്ള സതീഷ് ഡോക്ടർ പരിചയമുള്ള ഒരു ഡയറക്ടറെ എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഞങ്ങളങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുകയും ദുബായിലെ ഒരു 7 സ്റ്റാർ ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലോഞ്ചിങ് ചെയ്യുന്നത്. ഒരു വലിയ നഗരം ഇതെല്ലാം ചെയ്തിരുന്നു. അതിൽ ആ ആഘോഷത്തിൽ പങ്കെടുത്തിരുന്ന കുറേയധികം ആൾക്കാർ ഇവിടെ ഉണ്ടാവും.
എൻ്റെ ജീവിതത്തിൽ വെച്ച് നടത്തിയ ഏറ്റവും വലിയൊരു മണ്ടത്തരമായിരുന്നു എന്ന് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം മനസ്സിലാക്കി. ആ സിനിമ ശരിക്കും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം 1 മാസം കുട്ടികളുള്ളിൽ ഞാൻ അതിൽ നിന്ന് നൈസായിട്ട് ഞാനത് ആ പ്രൊജക്റ്റിൽ പോയി. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്താക്കണ ഏറ്റവും നല്ലൊരു തീരുമാനമാണ്. അതിനുശേഷമാണ് ഏകദേശം 2018 മാമാങ്കം എന്നുള്ള സിനിമ വന്നത്. അതും എല്ലാവർക്കും അറിയാം. ഇത്ര അധികം പ്രശ്നങ്ങൾ നേരിട്ടാക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവില്ല. അത്രയധികം, അതായത് മാമാങ്കത്തിൻ്റെ സിനിമയിലുള്ള യുദ്ധങ്ങളത്തിനേക്കാൾ കൂടുതൽ യുദ്ധം പുറത്തുണ്ടായിരുന്നു. ഏകദേശം സുപ്രീം കോർട്ട് വരെ സ്ഥിരമായിട്ട് കേസുകൾ, നാട്ടിലുള്ളവരും അതിലെല്ലാ കോടതികളിലും കാവ്യേറ്റിടുക, ഇങ്ങനെ ഏത് ദിവസങ്ങളിലും വേണമെങ്കിലും ഷൂട്ടിങ് സ്റ്റോപ്പ് ചെയ്യാം. ഈവൻ റിലീസിൻ്റെ തലേദിവസം പോലും ഹൈക്കോടതിയിൽ ഇത് ഇഞ്ചക്ഷൻ ഓർഡറിന് വേണ്ടി വന്നിരുന്നു. അത്രയധികം പ്രശ്നങ്ങൾ നേരിടുകയും സിനിമ അസോസിയേഷനുകൾ, ഫെഫ്ക, പ്രൊഡ്യൂസർ അസോസിയേഷൻ, ഫെഫ്ക എല്ലാം കാവ്യ ഫിലിം കമ്പനിനെ ബാൻ ചെയ്തിരുന്നു. അതായത് അതിലെ മെമ്പേഴ്സ് ആയിരുന്ന ആരും ഈ സിനിമയിൽ സഹകരിക്കരുതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികൾ എന്നെ വിളിച്ചു കഴിഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മീറ്റിങ്ങിനെ വിളിച്ചു കഴിഞ്ഞിട്ട്. പക്ഷേ അന്ന് ആ സിനിമ തിയേറ്ററിൽ ഇറക്കണം എന്നുള്ളൊരു വാശിയായിരുന്നു ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിനുകൂടി എൻ്റെ കൂടെ നിന്നത് നേരത്തെ നിങ്ങൾ ഇവിടെ വെൽക്കം സ്പീച്ച് പറഞ്ഞ സൈബി, എയ്ജോ, അതേപോലെ തന്നെ ബോബൻ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ അത്ര ആത്മാർത്ഥമായിട്ട് നിൽക്കുകയും നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആ സിനിമ തിയേറ്ററിൽ ഇറങ്ങുകയും ചെയ്തു. പക്ഷേ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് സത്യത്തിൽ എൻ്റെ ഒരു പ്രതീക്ഷയിലുള്ള സിനിമ ആയിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. അതിൽ നടന്ന സംഭവങ്ങൾ ആദ്യം ഒരു ഡയറക്ടർ വെച്ച് ഷൂട്ട് തുടങ്ങുന്നു. ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഡയറക്ടർ മാറ്റുന്നു. അത് തന്നെ മലയാള സിനിമയിലെ ഒരു പരിചയമില്ലാത്ത ഒരു കാര്യമാണ്, ഒരു ഡയറക്ടർ മാറ്റണമെന്ന്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് അതുവരെ ഷൂട്ട് ചെയ്തത് എനിക്കിഷ്ടമായില്ല. അത് ഞാൻ ഉദ്ദേശിച്ച ഒരു ക്വാളിറ്റി ഇല്ല, അത് തന്നെയായിരുന്നു അതിൻ്റെ കാരണം. അത് കാരണം നേരത്തെ പറഞ്ഞ ഈ പ്രശ്നങ്ങളിലോട്ട് പോയത്. അതിനുശേഷം ഈ സിനിമ വേറെ ഡയറക്ടറും പുതിയ ടെക്നീഷ്യൻസും എല്ലാവരും എടുത്ത് സിനിമ തിയേറ്ററിൽ വന്നെങ്കിലും എൻ്റെ ലൈഫിൽ സോഷ്യൽ മീഡിയയിൽ കൂടി ഏറ്റവും അധികം അറ്റാക്ക് കിട്ടിയേക്കണ ഒരു കാലഘട്ടം വരുന്നത് എന്നെ അത്ര മോശമായിട്ട്. അതൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ എന്നെ അനാവശ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടോ അതിൻ്റെ ഡയറക്ടറോ അല്ലെന്നുണ്ടെങ്കിൽ അതിൽ ആർട്ടിസ്റ്റുകളോ ഒന്നുമല്ല, ഏറ്റവും അധികം ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് എന്താണ് സിനിമയൊക്കെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ആ രീതിയിലായിരുന്നു അതിന് ഡീഗ്രേഡിങ് നടന്നത്. അതായത് മലയാള സിനിമ അതുവരെ കാണാത്ത ഒരു ഡീഗ്രേഡിങ്ങാണ് ആ സിനിമ ഉണ്ടായത്. അതിനുശേഷം ഞാനാകെ തകർന്നു. ഞാൻ പല ജോലികളും ചെയ്യണം. ഇപ്പോൾ ഒരു രസകരമായ കാര്യം, ഞാനും എൻ്റെ മകൻ കാശി കൂടി ഞങ്ങളിവിടെ ഷാർജ കോർണർഷിപ്പ് പോയി കഴിഞ്ഞിട്ട് ഫിഷിങ്ങിന് വേണ്ടി ഞങ്ങൾ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ എഴുതി വേണുഗോതപ്പള്ളി ഇപ്പോൾ മീൻ പിടിച്ചാണ് ജീവിക്കണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ UK എൻ്റെ ഷോപ്പിൽ ലണ്ടനിലുള്ള അവിടെ ഞാൻ കൗണ്ടറിലിരുന്ന് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുത്തപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കടയിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ നമുക്കൊരു തമാശ തോന്നുന്നുണ്ടെങ്കിലും മനസ്സിലൊരു വേദന ഉണ്ടായിരുന്നു. ഞാനൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒരു മോഹം, അതായത് ഒരു സിനിമ മാത്രം എടുത്തിട്ട് പോകണമെന്ന് പറഞ്ഞ എന്നെ ശരിക്കും വാശിയോടുകൂടി ഈ ഫീൽഡിൽ നിർത്തിയെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ആയിരക്കണക്കിന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ജോലി എടുക്കുന്ന ആൾക്കാരാണ് അതിനെതിരെ വന്നത്. അതിനുശേഷം ഞാൻ 2-3 ചെറിയ ചെറിയ സിനിമകൾ ചെയ്തു. ഒന്നിൽ ഞാൻ കാവ്യ ഫിലിമിൻ്റെ പേരോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലോ എൻ്റെ പേര് വന്നില്ല. എനിക്കൊരു വിശ്വാസം, അതായത് അതിൻ്റെ ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ ഒരു നല്ല സിനിമ ചെയ്യണം എന്ന് ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ 2022 ജൂൺ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് 2018 കഥ പറയുന്നത്. സിനിമ തുടങ്ങുമ്പോഴും ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ പ്രൊഡക്ഷൻ കമ്പനി ആരാണെന്ന് പറയണില്ല, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എനിക്കൊരു വിശ്വാസം വരും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കമ്പനിയുടെ പേരിൽ ഒരു ഫെയിലിയർ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഏകദേശം 1-2 മാസം ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാവ്യ ഫിലിം കമ്പനി ആയിരിക്കും, ഇതിൻ്റെ പ്രൊഡ്യൂസർ വേണുഗോപാലായിരിക്കും. അങ്ങനെ അത് രണ്ടാമത്തെ എല്ലാവർക്കും അറിയാം, ഒരു ചരിത്രമായിരുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും സക്സസ് ആയ സിനിമ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന മാമാങ്കത്തിൽ ഞാൻ അനുഭവിച്ച അത് ഒരു പരിധിയെ മാറി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ സിനിമകൾ ചെയ്തു. എന്നിട്ടും ഞാൻ കാവ്യ ഫിലിമിൻ്റെ കമ്പനി പ്രൊഡക്ഷൻ ഞാൻ വെച്ചിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ തന്നെയാണ് വെച്ചത്. അതിനുശേഷം വീണ്ടും എനിക്ക് വിശ്വാസം വന്നത് ഈ രേഖാചിത്രത്തിൻ്റെ സ്റ്റോറി എൻ്റെ അടുത്ത് ജോഫിൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനതിൽ ആ നിമിഷം തന്നെ പറഞ്ഞ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്
കാവ്യ ഫിലിമായിരിക്കും തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനിക്ക് അത്രയധികം കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമയായിരുന്നു ഇത്. 100% ഈ പാട്ട് സിനിമ ഓടുമെന്നും എനിക്കറിയാം. ഏകദേശം എല്ലാവരോടും ഞാൻ പറഞ്ഞിരുന്നു ഇതൊരു 50 കോടിയോ 100 കോടിയോ വരെ എന്നറിയില്ല. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആരും ഒരു മോശം സിനിമയെന്ന് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ നല്ല സിനിമകളിൽ എടുക്കുന്ന മാജിക്ക് തോന്നുമല്ല. എൻ്റെ ആദ്യത്തെ കളരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അത്രയധികം അനുഭവിച്ച് എന്താണ് സിനിമ എന്നും അതിൻ്റെ ഡയറക്ടറിൻ്റെ റോൾ എന്താണെന്നും ടെക്നീഷ്യൻ്റെ റോൾ എന്താണെന്നും എങ്ങനെയായിരിക്കണം ഒരു സിനിമയെന്നും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമുള്ള ഒരു നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് നല്ലതായി പോരാ, ഒരു നല്ല എഫിഷ്യൻ്റായിട്ടുള്ള ഡയറക്ടറായിരിക്കണം. എഫിഷ്യൻ്റായ ഒരു ഡയറക്ടറായ പോരാ, അയാളുടെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കണം. അതൊരു വലിയ കാര്യമാണ്. നല്ലൊരു ഡയറക്ടറാണ് അങ്ങേറ്റത്തെ അവനാണ് ലോകത്തിലെ ഏറ്റവും വലുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഒരിക്കലും പോകില്ല. അതായത് നമ്മളുടെ കൂടെ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറുടെ കൂടെ നിന്ന് പോണ ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പലപ്പോഴും ഇത് വരുമ്പോൾ ഞാനിതെല്ലാം നോക്കിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു നമ്പർ ഓഫ് സിനിമാസ് എന്തായാലും നമുക്ക് ഒരു വർഷത്തിൽ ചിലപ്പോൾ 1-2 ഇതെല്ലാം കൂടി ഒത്തുവരുന്നുണ്ടാവുള്ളൂ. വീണ്ടും നമ്മൾ സിനിമ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് കരിയർ സാറിൻ്റെ കൂടെയാണ് ഈ ജെയിനി എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ അടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി വന്ന ഞാൻ ഈ സിനിമാ ഫീൽഡിൽ നിർത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കുറേ ആളുകൾ ചേർന്നിട്ടാണ് നിർത്തിയത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നല്ല സിനിമ എടുക്കാൻ സാധിക്കുന്നു, അത്യാവശ്യം കാശുണ്ടാക്കാൻ സാധിക്കുന്നു. ഓക്കെ, എന്തായാലും നന്ദി, നമസ്കാരം. ഒരിക്കലും ഇപ്പോൾ ഒരു നിർമ്മാതാവിൻ്റെ കഥയെ പറഞ്ഞ് ജോഫിന് വേണമെങ്കിൽ അടുത്ത സിനിമ പ്ലാൻ ചെയ്യാം. ഉച്ചയ്ക്ക് എല്ലാവിധ വിജയാശംസയും ഇപ്പൊ തന്നെ ഞങ്ങൾ നേരുകയാണ്. കഥ, സംവിധാനം, തിരക്കഥ, നിർമ്മാതാവ്, രേഖാചിത്രം ഇനി ആരംഭിക്കുകയാണ്. ഒരു കുറ്റാന്വേഷണ ചിത്രത്തിന്റെ വേഗതയോ സസ്പെൻസോ ട്വിസ്റ്റുകളോ ഇന്റർവെൽ പഞ്ചോ ഇല്ലാത്ത ഒരു ചലച്ചിത്രം. അവിടെ നായക പദവി ഒരു ഋതുഭാവമുള്ള നടൻ തന്നെ വേണം. 2025 തന്റെ ഫോം നിലനിർത്തി ഈ നടനിത മുന്നോട്ട് ചലിക്കുകയാണ്. വിവേക് ഗോപിനാഥൻ എന്ന പോലീസ് വേഷങ്ങളെല്ലാം തന്നെ തന്നിൽ സുരക്ഷിതമാണെന്ന് തെളിയിച്ചുകൊണ്ട് ജീവിതത്തിൽ ഒട്ടും അഭിനയിക്കാത്ത എ മാൻ വിത്ത് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആസിഫ് അലി. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് പേരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ശരിക്കും ഈ സിനിമയുടെ വിജയാഘോഷം ആരംഭിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം തന്നെ രേഖാചിത്രം എന്ന് പറഞ്ഞ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട എല്ലാ പ്രേക്ഷകരോടും ഞാൻ നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ കരിയറിൽ ഞാൻ ഏറ്റവും മോശം സമയത്ത് നിൽക്കുമ്പോൾ എന്നെ വിശ്വസിച്ച് ഇങ്ങനൊരു സിനിമയും ഇങ്ങനൊരു കഥാപാത്രവും എനിക്ക് തന്ന രാമു, ജോൺ ആൻഡ് മൈ ഫേവറേറ്റ് ജോഫിൻ, താങ്ക് യു സോ മച്ച്. എന്നെ വിശ്വസിച്ചത് വേണുചേട്ടനെ സംബന്ധിച്ചിടത്തോളം 2018 എന്ന് പറഞ്ഞ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമകളിലൊന്ന് നിർമ്മിച്ച നിർമ്മാതാവാണ് അദ്ദേഹം. രേഖാചിത്രം അദ്ദേഹത്തിനൊരു വലിയ സിനിമ ആയിരിക്കില്ല, പക്ഷെ എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണ്, ഏറ്റവും വലിയ വിജയം നേടിയ ഒരു സിനിമയാണ്. ഇനി മുന്നോട്ടുള്ള എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നൊരു സിനിമയാണ്. ഒരു നിർമ്മാതാവ്, ഒരു നടൻ എന്നതിനേക്കാൾ ഉപരി ഒരു സഹോദരൻ എന്ന രീതിയിൽ എന്നെ സ്നേഹിച്ച് ജീവിതത്തിന്റെ പല സമയത്തും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട വേണുചേട്ടനോട് നന്ദി പറയുന്നു. എൻ്റെ ക്രൂ, എൻ്റെ കൂടെ അഭിനയിച്ച എൻ്റെ മനോജേട്ടൻ, അനശ്വര, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, സെറിൻ, മേഘ, അപ്പു, ഞങ്ങളുടെ ബേബി ചേട്ടൻ, എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സിനിമ ശരിക്കും എനിക്ക് എൻ്റെ ലൈഫിൽ തന്നൊരു കോൺഫിഡൻസ് അതിഭീകരമാണ്. 2024 എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു. ഞാൻ ചെയ്ത ഏറ്റവും നല്ല സിനിമകൾ ഇറങ്ങി ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റിയൊരു വർഷമായിരുന്നു. ഒരു നിർമ്മാതാവ് ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളുടെ കണക്ക് പുറത്തുവിട്ട് മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ ഞാൻ ഏറ്റവും അഹങ്കാരത്തോടെ ചിരിച്ച ദിവസമായിരുന്നു അത്. കാര്യം 2025 ജനുവരിയിൽ ഇറങ്ങിയ സിനിമകളിൽ രേഖാചിത്രം മാത്രമാണ് വിജയിച്ചതെന്ന് പറയുമ്പോൾ
ഞാൻ സ്വപ്നം കണ്ട ഒരു സമയമായിട്ടുള്ളത്, ഞാൻ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ ചിരിച്ചൊരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സിനിമയുടെ വിജയാഘോഷം ഇത് ആദ്യത്തെ ആഘോഷം മാത്രമാണെന്ന് കരുതുന്നു വേണുചേട്ടാ. ഇതിന് വലിയൊരു ആഘോഷം ഇതിനേക്കാൾ മുകളിലേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ പ്രേക്ഷകർക്ക്, തീർച്ചയായിട്ടും മലയാള സിനിമയുടെ കേരളം കഴിഞ്ഞാൽ ഏറ്റവും വലിയ മാർക്കറ്റായി മാറിയിരിക്കുന്നതാണ് ഇന്ന് UAE, സ്പെഷ്യലി ദുബായ്. ആൻഡ് ഗുൽഷൻ സർ, താങ്ക് യു സോ മച്ച്. We Malayalam film industry owe you a lot, sir. Thank you so much for supporting us. ഇന്ന് ഈ വിജയാഘോഷത്തിന് ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി പറയുന്നു. താങ്ക് യു. ഇനി ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അയ്യോ, എടുത്തു പറയേണ്ട ഒരു പേര് പറയാൻ മറന്നുപോയി. സിനിമ കണ്ട കാലം മുതൽ മമ്മൂക്ക എന്ന് വിളിച്ച് ശീലിച്ച പേര് മമ്മൂട്ടി ചേട്ടൻ എന്നാക്കി മാറ്റിയത് രേഖാചിത്രത്തിലൂടെയാണ്. ഇവരുടെ കഴിവാണത്. അപ്പോൾ മമ്മൂക്കയുടെ സമ്മതമില്ലാതെ ഈ സിനിമ സംഭവിക്കില്ലായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് കൂടെ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആസിഫ് സംസാരിച്ചപ്പോൾ ആസിഫിന് ഈ ചിത്രത്തിലൂടെ ലഭിച്ചിരിക്കുന്ന ഒരു കോൺഫിഡൻസിനെ കുറിച്ച് പറഞ്ഞു. ആസിഫിന്റെ ഈ കഴിഞ്ഞ ബർത്ത്ഡേക്ക് വേണുചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം തന്നെ പറഞ്ഞത്, യു ഹാവ് ദ പവർ ടു ടേൺ എവറി ചാലഞ്ച് ഇൻടു ആൻ ഓപ്പർച്യൂണിറ്റി ആൻഡ് എവറി ഡ്രീം ടു റിയാലിറ്റി എന്നാണ്. ഓൾ ദി ബെസ്റ്റ് ആസിഫ്. നായകനോടൊപ്പം സ്ക്രീൻ സ്പേസിൽ തന്നെ നായിക രേഖ പത്രോസ്. ഏറെ ദുരൂഹതകൾ ഒളിപ്പിച്ചു വെച്ച നിഷ്കളങ്കയായ പെൺകുട്ടി. ഒരു നല്ല നടിയാവുക എന്ന തന്റെ ജീവിത ആഗ്രഹം തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുവാൻ സാധിക്കുക എന്നതൊരു മഹാഭാഗ്യമാണ്. രേഖ പത്രോസ് എന്ന അനശ്വര രാജ്യം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്താ ശരിക്കും പറയണ്ടേന്ന് അറിയില്ല. ഇത് രേഖാചിത്രം റിലീസായിട്ട് ഏകദേശം 50 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇന്നിവിടെ ഒരു സക്സസ് സെലിബ്രേഷന് വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആദ്യം തന്നെ ഞാൻ ഇതുവരെ സംസാരിച്ച് കേട്ടിട്ടേ ഇല്ല. ഇവരുടെ ഒരു മാക്സിമം ഒരു 2, 3, 4 സെന്റൻസ് ഒക്കെ കേൾക്കുന്നവരിൽ നിന്നും ഒരു വലിയ സ്പീച്ച് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ ഇവർ എത്രത്തോളം എക്സൈറ്റഡ് ആണ്, എത്രത്തോളം സന്തോഷമുണ്ട് ഈ സിനിമ സക്സസ് ആയിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. ആദ്യം തന്നെ രേഖയെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതിന് ജോഫിൻ ചേട്ടാ താങ്ക് യു സോ മച്ച്. ഈ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തേക്ക് എത്തി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂ രേഖാചിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സിനിമ എൻ്റെ അടുത്തേക്ക് എത്തിയ സമയത്ത് തന്നെ സ്ക്രിപ്റ്റ് നരേഷൻ കഴിഞ്ഞ് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യം ആ രേഖ എന്നുള്ള ക്യാരക്ടർ എന്നെ തേടി എത്തി, അല്ലെങ്കിൽ ജോഫിൻ ചേട്ടൻ മൈൻഡിൽ എൻ്റെ ഒരു ഫേസ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ രേഖയെ മിനി സ്ക്രീനിൽ എത്തിയപ്പോഴും രേഖാചിത്രം അക്സെപ്റ്റ് ചെയ്തതിന് ഓഡിയൻസിൻ്റെ അടുത്ത് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എൻ്റെ കോ സ്റ്റാർസ് ആസിഫക്ക, മനോജ്, ഉണ്ണി ഒപ്പിച്ചിട്ടുണ്ട്, സെറിൻ, ബാമ, മേഘ ചേച്ചി, എല്ലാവരുടെ അടുത്തും ഒരുപാട് കാസ്റ്റിൻ്റെ കൂടെ ഒരു സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. പിന്നെ അപ്പുചേട്ടൻ, ഷമീറിക്ക, ബേബിചേട്ടൻ, എല്ലാവരുടെ അടുത്തും ഒരുപാട് സന്തോഷം. വേണുചേട്ടൻ തന്നെ ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ്. ആളുകളുടെ കുറേ കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിവിടെ എത്താൻ സാധിച്ചതിൽ രേഖാചിത്രത്തിൻ്റെ വിജയാഘോഷത്തിന് ഭാഗമായിട്ട് ഇവിടെ എത്താൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു അനശ്വര. അടുത്ത വ്യക്തി, ഈ വ്യക്തിയോട് വ്യക്തിപരമായി എനിക്ക് അസൂയ. 2 കാരണങ്ങൾ കൊണ്ടാണ് ഈ അസൂയ. ഒരു പാട്ടെങ്കിലും പാടുവാൻ സാധിക്കുക എന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പൂർണ്ണ ജനസംഖ്യയോളം വരും എന്നാണ് പറയുന്നത്. ഞാൻ ആ ജനസംഖ്യയിൽപ്പെട്ട ഒരുവരാണ് എന്ന നിലയിലും ഒരു പാട്ട് പോലും ഈണത്തോടെ താളത്തിൽ പാടുവാൻ സാധിക്കുകയില്ല എന്ന പരിപൂർണ ബോധ്യമുള്ളവൻ ആയത് കാരണവും എനിക്ക് ഇദ്ദേഹത്തിനോട് അസൂയാണ്. കാരണം ഇദ്ദേഹത്തിന് സംഗീതം പാരമ്പര്യമായി ലഭിച്ച വ്യക്തിയാണ്, ഒരു നല്ല ഗായകനുമാണ്. ഈ മുറിക്കകത്തിരിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു സിനിമയിൽ ഒന്ന് അഭിനയിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് ആഗ്രഹിച്ചവരായിരിക്കും. എപ്പോഴെങ്കിലും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നു. ആഗ്രഹം തുടരുക തന്നെ ചെയ്യും. അക്ഷരനഗരിയായ കോട്ടയത്ത് നിന്നും
നവരസങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന നടനാണ് ഇദ്ദേഹം. എൻ്റെ അസൂയയുടെ കാരണങ്ങൾ ഞാൻ പറയുക തന്നെ ചെയ്തു. രേഖാചിത്രത്തിലെ ആലിസ് വിൻസൻ ഞങ്ങൾ തൃശ്ശൂർകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ പൊരിച്ചു, പക്ഷെ ചിരിച്ചു കണ്ടില്ല. മനോജ് കെ ജയൻ, ആലിസ് വിൻസൻ. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ്. ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം ഈ വേദി നിൽക്കുമ്പോൾ. കാരണം ഒരു 31 വർഷമായിട്ട് ദുബായിൽ വന്നിങ്ങനെ പോകുന്നുണ്ട്, പല പല ഫംഗ്ഷൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ നമ്മൾ അഭിനയിച്ച ഒരു സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദുബായിൽ വന്ന് ഇങ്ങനെ ഒരു നിൽക്കുന്നത്. അതിന് അവസരം ഉണ്ടാക്കിയതാണ് ഈ നിൽക്കുന്ന ഈ 5 പേര്, 4 പേര്. എന്നെ പ്രത്യേകം നന്ദി പറയേണ്ടത് വേണിച്ചേട്ടനോട് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ മനസ്സാണ്. കാരണം ഇവിടെ എല്ലാവരും കൊണ്ടുവരിക, ഒന്ന് ആഘോഷിക്കുക. ഇപ്പൊ നാളെ എന്തൊക്കെ ടൂറും പരിപാടികളും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ആഘോഷമൊക്കെയാണ് ഞങ്ങൾ ഇടയിൽ. നമ്മള് സാധാരണ ബ്രില്യൻ ഫിലിം, ബ്രില്യൻ ഡയറക്ടർ എന്നൊക്കെ, ബ്രില്യൻ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഈ ബ്രില്യൻ എന്നുള്ള വാക്ക് ഒരു പ്രൊഡ്യൂസർക്ക് അങ്ങനെ ആരും പറയാറില്ല. അങ്ങനെയുള്ളൊരു ബ്രില്യൻ പ്രൊഡ്യൂസറാണ് മലയാളത്തിലെ വേണിച്ചേട്ടൻ. നമ്മുടെ നാടാണ്. അദ്ദേഹത്തെ പോലെ ആൾക്കാരെല്ലാം സിനിമ ഉണ്ടാവില്ല, രേഖാചിത്രം തുടക്കം. അപ്പൊ അങ്ങനെയായിരുന്നു രേഖാചിത്രത്തിന്റെ തുടക്കം. എന്നെ ആൻഡോ ജോസഫാണ് ആദ്യമായിട്ട് വിളിക്കുന്നത്. അതായത് നമ്മുടെ ജോഫിനില്ലേ, പ്രീസ്റ്റ് ചെയ്ത ജോഫിനൊന്ന് വിളിക്കും, ചേട്ടനൊന്ന് ഒരു കഥ കേൾക്കണം, ഒരു ക്യാരക്ടർ ഉണ്ടാകും. ഞാൻ വിളിക്കാൻ പറയാം. അങ്ങനെ ജോഫിൻ എന്നെ വിളിക്കുന്നു, കഥ മുഴുവൻ പറയുന്നു, എന്റെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു വക്കച്ചൻ. അപ്പൊ ഞാനത് ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നു, ഒരു സംശയമില്ല. അപ്പൊ ജോഫിൻ ചെറുതായിട്ടൊന്ന് ചിരിച്ചു. അപ്പൊ ഞാൻ എന്തോ ചെയ്യും ജോഫിൻ? അല്ല, എന്നോട് ആൻഡോച്ചൻ പറഞ്ഞത് ഒരു കാര്യം വെച്ചാൽ ജോഫിനൊന്ന് വിളിച്ച് നോക്ക്, എനിക്ക് തോന്നുന്നില്ല പുള്ളി സമ്മതിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയല്ലേ? അതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. വേറൊന്നുമല്ല, ഞാൻ ചില അപ്രിയ സത്യങ്ങളൊക്കെ മൂടി വെച്ച് ഇങ്ങനെ ചുള്ളനായിട്ട് നടക്കുന്നതുകൊണ്ട് ഇത്തരം ഒരു 65-70 വയസ്സുള്ള ക്യാരക്ടറൊന്നും ഇയാൾ എടുക്കില്ല എന്നൊരു തെറ്റിദ്ധാരണ പൊതുവിലുണ്ട്. ആൻഡ്രോയ്ക്കും ഉണ്ടായിരുന്നു, എനിക്ക് മനസ്സിലായി. അങ്ങനെയൊന്നുമില്ല. എല്ലാ കാലത്തും നല്ല ക്യാരക്ടറാണെങ്കിൽ അതവിടെ കൈ കൊടുക്കില്ല. സിനിമയിൽ വന്ന കാലം മുതൽ ഒരുപാട് വേറിട്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ശീലമുണ്ട്. പിന്നെ ഇടക്കാലം അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വരാത്തതുകൊണ്ട് കൈ കൊടുക്കാറില്ല. പക്ഷെ ഇത് കേട്ട വഴിക്ക് കേൾക്കും. അതുകൊണ്ട് എൻ്റെ വക്കച്ചൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് അവസരം ഒരുക്കുന്ന ജോഫിൻ, ജോണ, രാമസുനി, തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഡ്യൂസർ ആൻഡോ ജോസഫ്. നമ്മുടെ ഈ സിനിമയ്ക്ക് നടക്കാൻ കാരണം പ്രധാനപ്പെട്ട ഒരാൾ മമ്മൂക്കയാണ്. മമ്മൂക്കയും സ്മരിക്കുന്നു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട ആസിഫ്, ആസിഫിന്റെ കൂടെ മാത്രം ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വിഷമായിരുന്നു കുറെ കാലമായിട്ട്. കാരണം ദുൽഖറും ഇങ്ങോട്ട് ഈ പുതിയ താരനിരയിലുള്ള നായകന്മാരുടെ എല്ലാം കൂടെ ഞാൻ അഭിനയിച്ചു. അപ്പൊ എന്താണ് ആസിഫിനോട് ഒരു പടം വന്നിരുന്നത്? അത് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു സിനിമയിലൂടെ എനിക്ക് സാധിച്ചു. എന്റെ ചക്കരയാണ് കേട്ടോ. എനിക്ക് ആസിഫ് എന്നുള്ള നടനേന്റെ പ്രതി ആസിഫ് എന്നുള്ള വ്യക്തിയെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം അത്രയധികം ഞങ്ങൾ തമ്മിലാണ് കുറച്ച് ദിവസങ്ങളെ ഞങ്ങൾ അഭിനയിച്ചുള്ളൂ. കാരണം ഈ സാധാരണ സിനിമയില് വില്ലനായി കഴിഞ്ഞ ഒരു അടി എവിടെന്നെങ്കിലും കിട്ടാതെ പണം തീരുന്നില്ല. പക്ഷെ വക്കച്ചനെ ഒരു അടി പോലും പഠിക്കാതാണ് അവസാനം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇങ്ങനത്തെ ഒരു വില്ലൻ മലയാള സിനിമയിൽ ആദ്യമായിരിക്കും. ഒരു സ്ഥലത്ത് പോലും വക്കച്ചനെ പിടിച്ച് ചെവിക്ക് പിടിച്ച് പോലും കറക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടറൈസേഷനും വളരെ അപൂർവമായിരുന്നു. എനിവേസ് ഒരുപാട് സന്തോഷം. ക്യാമറമാൻ അപ്പു പ്രഭാകർ, എന്റെ ചെറുപ്പം ചെയ്ത ഉണ്ണിലാലുണ്ട്, കുഞ്ഞു വക്കച്ചനാടിയത് ഉണ്ണിലാലുണ്ട്, സെറിൻ ഷിഹാബ്, എന്റെ ഭാര്യ പുഷ്പത്തിന്റെ ചെറുപ്പകാലം സെറിനൊക്കെ അസാധ്യമായിട്ട് ചെയ്തു. രണ്ടുപേരും ബ്രില്യൻ്റ് ആയിട്ട് ചെയ്തു. മേഘ തോമസ്, എല്ലാവരും ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള നല്ല അവസരങ്ങൾ വീണ്ടും ഉണ്ടാവട്ടെ. ചേട്ടാ വേണിച്ചേട്ടൻ മാളികപ്പുറത്തിന്റെ ഫംഗ്ഷൻ എന്നെ വിളിച്ചില്ലൂടെ? ഞാൻ ഇവിടെ ഈ ആങ്കർ എന്ന് പറയുന്നുണ്ട് മാളികപ്പുറം കഴിഞ്ഞ വർഷം നടത്തി. അപ്പൊ ഞാൻ ഇതിനകത്ത് നല്ല റോൾ ചെയ്തിട്ട് എന്നെ വിളിച്ചില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നത്. മറന്നുപോയി. തത്വമസി. പക്ഷെ മാളികപ്പുറത്തിലേക്ക് വിളിച്ചില്ലെങ്കിലും ഒരു കാര്യം പറയട്ടെ, രേഖാചിത്രത്തില് വളരെ ഓപ്പൺ അപ്പായിട്ട് അഭിനയിച്ചതിന് നന്ദി. അല്ല, ഒന്നും ഹൈഡ് ചെയ്യാണ്ട് അഭിനയിച്ചു. കാവ്യ ഫിലിംസിന് വേണിച്ചേട്ടൻ ഇവിടെ നിൽക്കുന്നെങ്കിലും
ഈ കാവ്യ ഫിലിംസിന്റെ യഥാർത്ഥ ഉടമകളെ ഞാൻ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. കാവ്യ വേണു, കാശിനാഥ് വേണു, അവരോടൊപ്പം പ്രിയ ചേച്ചി വേണം, പ്രിയ വേണു. Huge thanks to everyone who's joined us here tonight. എനിക്ക് തോന്നുന്നു രേഖാചിത്രം ഞങ്ങൾ ചെയ്തേക്കുന്ന എല്ലാ സിനിമയിനേക്കാളും ഏറ്റവും മനസ്സിനോടൊരു അടുപ്പം തോന്നിക്കുന്ന സിനിമ തന്നെയാണ്. ഐ ട്രൂലി ബിലീവ് ഇറ്റ് ഈസ് എ ലവ് ലെറ്റർ ടു മലയാളം സിനിമ. ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്നേക്കാൾ കൂടുതൽ കുറേ പേര് ഞങ്ങളെ ഫോൺ വിളിച്ച് പ്രത്യേകം അപ്രീഷിയേറ്റ് ചെയ്തേക്കുന്ന സിനിമ കൊണ്ടാണ്. And for that, I think all the credit goes to the director and the wonderful cast and each and every member of our crew. Everybody who's worked behind this film, a huge thanks and a huge thank you to everybody who's watched this film. Thank you guys. രേഖാചിത്രത്തിന്റെ ഈ മുന്നണി പ്രവർത്തകർക്കുള്ള കാവ്യ ഫിലിംസിന്റെ സ്നേഹ മെമന്റോ സമ്മാനിക്കുകയാണ് കാവ്യയും കാശിയും ചേർന്ന്. രാമു സുനിൽ കഥ, ജോഫിൻ ടി ചാക്കോ ഡയറക്ടർ, ജോൺ മന്ത്രിക്കൽ തിരക്കഥയിലെ കൂട്ടാളി, പ്രൊഡ്യൂസർ വേണു കുന്നപ്പള്ളി, പ്രിയ ചേച്ചി ഓർമ്മ, ആസിഫ് അലി, അനശ്വര രാജൻ, മനോജ് കെ ജയൻ, Thank you, Ramu and John. You can step down. All others are requested to be on the stage. Thank you, Kashi. Thank you, Kavya. Thank you, Priyaji. If someone decides to rewrite the history of Malayalam cinema and even Indian cinema, there should be definitely a name included, I would say. And I'm sure it will happen. And that's Fars Films. They are into distribution in this part of the world since many, many years. Inviting onto stage wholeheartedly the CEO and founder of Fars Films, Mr. Ahmad Kalshan. Mr. Kalshan is a good friend of Kavya Films and of course Venu Chetan. Venu Chetan will be presenting respecting him with the memento from Kavya Films. This is not a thanking moment, this is a saluting moment.
Also inviting Mr. Pradeep CS from Fast Films, who always helps Kavya Films and Indian films to be distributed in this part of the world. Pradeep CS from Fast Films. Gurjaran will be presenting the memento. ഈ സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ സിനിമ നടക്കുന്നത് 2 കാലഘട്ടങ്ങളിലായാണ്. അങ്ങനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറെ യാഥാർത്ഥ്യത്തോടെ തന്നെ അവതരിപ്പിക്കണം. ഛായാഗ്രഹണവും എഡിറ്റിങ്ങും കഥയുടെയും തിരക്കഥയുടെയും താളത്തിനൊപ്പം തന്നെയായിരിക്കണം. ശ്രീ അപ്പു പ്രഭാകരന്റെ ക്യാമറ became a magical tool here. Director of photography, Apu Prabhakar. താങ്ക് യു ഓൾ. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്നതിൽ. ഞാൻ ഒരുപാട് സിനിമകളൊന്നും ചെയ്തിട്ടില്ല മലയാളത്തിൽ. പക്ഷെ എന്നിട്ട് പോലും ഇത്ര വലിയൊരു സിനിമ എന്നെ വിശ്വസിച്ച് ചെയ്യിപ്പിച്ച ജോഫിനോടാണ് ആദ്യം നന്ദി പറയുന്നത്. പിന്നെ അതിന് തൊട്ട് മുന്നേ ഞാൻ വർക്ക് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ലെവൽ ക്രോസ് ആയിരുന്നു. അതിൽ ഒരു ആക്ടർ, ഒരു ആർട്ടിസ്റ്റിൻ്റെ ഉപരി ഒരു ബ്രദറിനെ പോലെ എന്നെ ട്രീറ്റ് ചെയ്ത് ആസ്വദിക്കാനാണ് രണ്ടാമത് പോയത്. പിന്നെ ഡെഫിനറ്റ്ലി ഇത്രയും വലിയ ഈ ഒരു സിനിമേൻ്റെ കൂടെ ഭയങ്കര എല്ലാ രീതിയിലും സപ്പോർട്ടീവായി നിന്ന് കാവ്യ ഫിലിംസിൻ്റെ വേണു സാറിനാണ് ഏറ്റവും ക്രെഡിറ്റ് കൊടുക്കുന്നത്. താങ്ക് യു സോ മച്ച്. സിനിമയുടെ സ്വഭാവത്തിനോട് ചേർന്ന് നിൽക്കുന്ന മാജിക്കൽ കട്ട്സ് നടത്തിയ എഡിറ്റർ 2024 എല്ലാ സിനിമകളും, അദ്ദേഹം എഡിറ്റ് ചെയ്ത എല്ലാ സിനിമകളും ഹിറ്റായി മാറി എന്നതാണ് ഈ എഡിറ്ററുടെ പ്രത്യേകത. അടുപ്പിച്ച് 4 ഹിറ്റ്. എഡിറ്റർ ഷമീർ മുഹമ്മദ്. ഒരുപാട് പിന്നെ സംസാരിക്കുന്നത് ഇതന്നെ ആദ്യമായിട്ടാണ്. സോ ഒരു അനിയൻ്റെ പറയുന്നു, ഞങ്ങൾ ഈ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു പടം ഓടും എന്ന് ഒരു ഉറപ്പുണ്ടാവില്ല. അപ്പോൾ ഞാനും ജോബിൽ ഫസ്റ്റ് കണ്ടു ഏറ്റവും അധികം ടെൻഷൻ ചൂസ് വേണിച്ചത് കാണണമെന്നാണ്. അപ്പോൾ ജോബി അന്ന് രാവിലെ തൊട്ട് എന്നോട് ചെയ്ത് പറയും ഇന്ന് കാണണം. ഞാൻ ടെൻഷൻ എൻ്റെ പറയാൻ ലാസ്റ്റ് രാത്രി ആ പ്രിവ്യൂ ചെയ്തിട്ട് കുറിച്ച് പുള്ളി ഇഷ്ടമായി നമ്മൾ ചെയ്തെല്ലാം ഓക്കെയാണ്. സോ താങ്ക് യു. Now it's time to celebrate the musical magic of this movie. 1985 മലയാളി ആദ്യം കേൾക്കുകയും ഇന്നും മലയാളത്തിൻ്റെ കാതോരം സർഗ സൗന്ദര്യമായി തുടരുകയും ചെയ്യുന്ന സംഗീതമാണ് ഔസിഫച്ചിന്റെ സലൂസ്. രേഖാചിത്രത്തിന്റെ കാഴ്ചയിൽ എന്നെ ഇരുത്തിയ ഒരു മാജിക്കൽ എലിമെന്റ് എന്ന് പറയുന്നത് ഞാൻ ആ സിനിമയിലൂടെ കേട്ട സംഗീതം തന്നെയാണ്. വേണുചേട്ടൻ ഇന്ന് ഈ ചടങ്ങിന് വേണ്ടി എന്നെ ക്ഷണിച്ചപ്പോഴും വേണുചേട്ടൻ പറഞ്ഞു ഇതിന്റെ മ്യൂസിക് ഗംഭീരമായിട്ടുണ്ട് എന്ന്. അങ്ങനെയാണ് ഞാൻ ഇരുന്ന് ആ സംഗീതം ആസ്വദിച്ചതും. ഇൻവൈറ്റിംഗ് ദ മ്യൂസിക്കൽ മജീഷ്യൻ, സംഗീത സംവിധായകൻ, ഡയറക്ടർ ഓഫ് മ്യൂസിക് മജീദ്. A good team leads to success എന്നാണ് സാധാരണ പറയുക. നല്ല ഒരു ടെക്നിക്കൽ ടീമിനെ കൂടെ ചേർക്കണം എന്നത് ഈ സിനിമയുടെ മുൻനിരക്കാർക്ക് ഏറെ നിർബന്ധമായിരുന്നു. അവരെല്ലാം ചേർന്നാണ് ഈ വിജയ വഴി വരച്ചത് എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കാരണം ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്.
ഇത്രയും ടെക്നീഷ്യൻസിനെ പങ്കെടുപ്പിക്കുന്ന വിജയാഘോഷം ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവം തന്നെയായിരിക്കും. സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ബേബി പണിക്കർ. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും എനിക്കൊരു വലിയ ഭാഗ്യമുണ്ടായി. കാവ്യ ഫിലിംസിൻ്റെ സൂപ്പർ ഹിറ്റായ 3 പടങ്ങളിൽ 2 പടങ്ങളിൽ കോ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. മാളിയപ്പൂർ, രേഖായത്തിലോ. അത് ഞാൻ വേണ്ടത് പ്രത്യേകം നന്ദി പറയുന്നു. ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ പ്രേംനാഥ്. വളരെ നന്ദി. എൻ്റെ സ്വന്തം ഡയറക്ടർ ട്രോഫി, പിന്നെ സാർ, എല്ലാവരും. അസിസ്റ്റന്റ് ഡയറക്ടർ രേഖാചിത്രം സുമേഷ് കെ സുരേഷ്. ഈ സിനിമയിലേക്ക് എന്നെ കൊണ്ടുവന്നത് നമ്മുടെ ഇപ്പോൾ തൊട്ട് മുമ്പ് സംസാരിച്ച പ്രേമേട്ടനാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്ടറെ മീറ്റ് ചെയ്തു, സ്ക്രിപ്റ്റ് വായിച്ചു. ആ സ്ക്രിപ്റ്റ് ആദ്യമായി വായിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ രേഖ പത്രോസ് എന്ന ആ ഒരു ക്യാരക്ടർ എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഈ നിമിഷം വരെ രേഖ പത്രോസ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അന്ന് മുതലേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഈ സിനിമ ഒരു ബിഗ് സക്സസ് ആയി മാറുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യത്തെ 1-2 മാസം നമ്മൾ ഈ സ്ക്രിപ്റ്റൊക്കെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഷൂട്ടിങ് താമസം വന്നിരുന്നു. പിന്നീട് എൻ്റെ മനസ്സിൽ എപ്പോഴും ഈ ഷൂട്ട് എപ്പോൾ തുടങ്ങും എന്നുള്ളൊരു ആകാംക്ഷയായിരുന്നു. എങ്കിലും 2 മാസം കഴിഞ്ഞപ്പോൾ ഷൂട്ട് തുടങ്ങി. അതിനുശേഷം എനിക്ക് ആ സിനിമയിൽ മുഴുവൻ ദിവസവും വർക്ക് ചെയ്യാൻ സാധിച്ചു. ഒറ്റ ദിവസം പോലും ഒരു ലീവ് പോലും ഇല്ലാതെ എനിക്ക് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ, ഷൂട്ടിംഗ്, പോസ്റ്റ് പ്രൊഡക്ഷൻ എല്ലാ മേഖലയിലും എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചത് അത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇതിന് എനിക്ക് അവസരം തന്ന സംവിധായകൻ ജോഫിൻ ടീച്ചാക്കോ, നമ്മുടെ പ്രൊഡ്യൂസർ വേർഡ് സാർ, ബാക്കി എന്നെ സപ്പോർട്ട് ചെയ്ത മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. സുമേഷ്. ഇവരുടെ തീവ്രമായ നോട്ടവും പെരുമാറ്റവും എന്നെ ഏറെ പേടിപ്പിച്ചു. ഒരു പുഷ്പം നോക്കി കാണുന്ന പോലെ ഞാൻ ആസ്വദിച്ചില്ല എന്നതാണ് വാസ്തവം. പക്ഷേ അതാണ് അഭിനയം. ഈ പുഷ്പത്തെ എനിക്കേറെ ഇഷ്ടപ്പെട്ടു. സരീൻ ശിഹാബ്. ഹലോ, നമസ്കാരം. ഇത്രയും സെലിബ്രേറ്റഡ് ആയ ഒരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് ടു വേണുചേട്ടൻ. ഇത്രയൊരു റിസ്കി വെഞ്ചർ ഏറ്റെടുത്തതിൽ അതിന് ഫുൾ സപ്പോർട്ട് കൊടുത്തത് താങ്ക് യു സോ മച്ച് വേണുചേട്ടൻ. എല്ലാ സിനിമയ്ക്കും അതിൻ്റെതായൊരു ട്രൂത്ത് ഉണ്ട്, പിന്നെ അതിൻ്റെ കമേഴ്ഷ്യൽ വാല്യൂ ഉണ്ട്. രണ്ടും ഒരുമിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടായ ടാസ്ക്കാണ്. പക്ഷേ ആ ടാസ്ക് വളരെ നീറ്റ്ലി ജോഫിൻ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ജോഫിൻ ഫോർ ട്രസ്റ്റിംഗ് മീ വിത്ത് ദിസ് ക്യാരക്ടർ. എൻ്റെ എല്ലാ ആക്ടേഴ്സിനോടും, നമ്മുടെ പ്രിയപ്പെട്ട ആസിഫ് അലി, മനോജ് കെ ജയൻ, അനശ്വര രാജൻ, എന്നോട് സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്ത ഉണ്ണിയോടും, ഭാമ, മേഘ, എല്ലാവരോടും നന്ദിയുണ്ട്. ഇതിൽ വർക്ക് ചെയ്ത എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ സംസാരിക്കണല്ലോ. സംസാരിക്കും. ഈ സിനിമയുടെ ജീവവായു എന്ന് പറയുന്നത് മമ്മൂക്ക തന്നെയാണ്. ഇവരെല്ലാവരും ഇവിടെ പറയുകയുണ്ടായി.
ഇറ്റ്സ് എ വൗ ഫാക്ടർ ശ്രീ മമ്മൂട്ടി. താങ്ക്സ്. ആ മമ്മൂക്കയെ കാണണം എന്ന ഒരാഗ്രഹം, ഓട്ടോഗ്രാഫ് കിട്ടിയാൽ തരക്കേടില്ല എന്ന ഒരു മോഹം മഠത്തിലെ സിസ്റ്ററെ ആ ലൊക്കേഷനിലേക്ക് എത്തിക്കുകയാണ്. അവിടെ നിന്നുമാണ് സിനിമയ്ക്ക് വേഗത കൂടുന്നത്. അന്വേഷണത്തിനും സിസ്റ്റർ സ്റ്റെഫി ഏറെ സഹായിക്കുന്നു. സിസ്റ്റർ സ്റ്റെഫി മേഘ തോമസ്. വെരി ഗുഡ് ഈവനിങ് ടു വൺ ആൻഡ് ഓൾ. ഞാൻ ഇതിനകത്ത് സിസ്റ്റർ സ്റ്റെഫി എന്ന ക്യാരക്ടറായിരുന്നു ചെയ്തത്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് തന്നേക്കുന്ന ഒരു ഹംബിൾനെസ്, ബിക്കോസ് ഇപ്പോൾ രാമു, ജോഫിൻ, ജോൺ ഇതെല്ലാവരും രേഖാചിത്രം എന്ന സിനിമയുടെ ഹൗ ഇറ്റ് സ്റ്റാർട്ടഡ് അതും കൂടെ അറിഞ്ഞപ്പോഴത്തേക്കും ഐ ഫീൽ ഈവൻ മോർ ഹംബിൾ ആൻഡ് ഗ്രൗണ്ടഡ് ദാറ്റ് ഐ ഹാവ് ബീൻ പാർട്ട് ഓഫ് സച്ച് എ ബ്രില്യൻറ്റ് സിനിമ, സച്ച് എ ബ്യൂട്ടിഫുൾ സിനിമ. ആൻഡ് താങ്ക് യു ഫോർ എവറിബഡി ഹു came and saw our cinema. Jofin, thank you so much. Baby sir, thank you so much. I hope you know that this cinema wouldn't have been possible if not you. Asif, Anashwara, Zevin, sir, all the artists who've been with us. Thank you so much. Thank you everybody. താങ്ക് യു. ഈ അന്വേഷണത്തിന്റെ ട്വിസ്റ്റ് ഒരു ജേർണലിസ്റ്റിന്റെ അടുത്ത് വിവേക് ഗോപിനാഥ് എന്ന SHO സഹായിക്കണം എന്ന് പറഞ്ഞുകൂടായിരുന്നു. An article in the classifieds. ജേർണലിസ്റ്റ് സഹായിച്ചു. അങ്ങനെ അവസാനം വരെ കൂടെ നിന്നു. കേസ് തെളിയുകയാണ്. ജേർണലിസ്റ്റ് സെറീന ഭാമ അരുൺ. സപ്പോർട്ട് ചെയ്തിരുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ജോഫിൻ ആൻഡ് ഓൾ ദി ആർട്ടിസ്റ്റ്. താങ്ക് യു. രേഖാചിത്രത്തില് വക്കച്ചൻ പഠിക്കാൻ ഏറെ മിടുക്കരായിരുന്നു. പക്ഷേ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കയ്യിലിരിപ്പ് അല്പം മോശമായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായൊരു സിനിമ പിറന്നത് കേട്ടോ. ആ കയ്യിലിരിപ്പ് നന്നായിരുന്നുണ്ടെങ്കിൽ ഈ സിനിമ ഉണ്ടാകുമായിരുന്നില്ല. വക്കച്ചൻ ഉണ്ണി ലാലു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് എല്ലാം പറയേണ്ടത് സത്യം പറയാൻ അറിയില്ല. എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ രേഖയെ പോലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്നൊരാളാണ് ഞാൻ. അതിനുശേഷം കുറേ സ്ട്രഗിൾസ്, കുറേ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ കടന്നുപോയി. സിനിമ നിർത്തിയിട്ട് ദുബായിൽ പോയാലോ എന്ന് വിചാരിച്ചൊരു മൊമെൻ്റൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ന് ഞാൻ ദുബായിൽ ഇവിടെ ഞാൻ അഭിനയിച്ചൊരു സിനിമയുടെ ഭാഗമായിട്ട് ഞാനിവിടെ ദുബായിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ സിനിമയിൽ ഈ ബക്കറ്റ്സിൻ്റെ റോൾ തന്ന ജോഫി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ എല്ലാവരും, പ്രേമേട്ടൻ, സുരേഷ്, അതേപോലെ ബേബിച്ചേട്ടൻ, എല്ലാവരും, പിന്നെ ആക്ടേഴ്സ് എല്ലാവരും, അസിക്ക, ചേട്ടൻ, എല്ലാവരും, എല്ലാവരോടും ഒരുപാട് താങ്ക് യു. പിന്നെ ഒരു എടുത്തു പറയേണ്ട കാര്യമുണ്ട്. ഇപ്പം എൻ്റെ ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ നല്ലതാണ് സംഭവിച്ചുകൊണ്ടിരിക്കണേ. അതിലെനിക്ക് ഏറ്റവും വലിയ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ സ്വന്തം അസിക്ക പറഞ്ഞ ആ ഒരു വേർഡിൽ, എന്നെ പറ്റിയൊരു മീഡിയയിൽ ഒരു വേർഡ് പറഞ്ഞ അസിക്ക, ആ ഒരു ഡയലോഗിന് ശേഷം അല്ലെങ്കിൽ ആ പറഞ്ഞ വേർഡിന് ശേഷം ലൈഫിലൊക്കെ പല കാര്യങ്ങളിലും നടക്കുന്ന ആ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയാണ് എനിക്കിപ്പോൾ ലൈഫിൽ മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അസിക്ക, താങ്ക് യു ഫോർ ദ പുഷ്, താങ്ക് യു ഫോർ ദ സപ്പോർട്ട്. അപ്പം എല്ലാവരോടും സന്തോഷം. ഈ സിനിമ ഇത്രയും വലിയ വിജയമായി എനിക്ക് സന്തോഷമുണ്ട്. മൊത്തത്തിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാനിവിടെ അല്പം മുൻപ് വളരെയേറെ പണിപ്പെട്ട് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആ സംഗീത സംവിധായകൻ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ട മുജീബിന് ഞാൻ വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കും. വരും താളത്തോടെ, ഈണത്തോടെ, രാഗത്തോടെ മുജീബ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല. നിങ്ങളുടെ സംഗീതം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു.
രേഖാചിത്രം എൻ്റെ 4ാമത്തെ സിനിമയാണ്. എൻ്റെ ഫസ്റ്റ് ഫിലിം. എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് കാസിക്കോടെയാണ്, മന്ദാരം. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച ദൃശ്യം എന്ന ഫിലിം ചെയ്തു. പിന്നെ ഇഷ്ടില്ല കാരണം അത് കഴിഞ്ഞാണ് ഞാൻ രേഖാചിത്രം ചെയ്യുന്നത്. താങ്ക് യു ജോഫൻ. ഞാൻ രേഖാചിത്രം ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്തു ഞാൻ ആ പടത്തിലോട്ട് കയറാനായിട്ട്. കാരണം കിഷ്കിന്ധൻ്റെ ഒരു വലിയൊരു ടെൻഷൻ എൻ്റെ ഇതിലുണ്ടായിരുന്നു. കാരണം കിഷ്കിന്ധ കഴിഞ്ഞ ഇത്രയും റീച്ചായിട്ടുള്ള പടം കഴിഞ്ഞിട്ട് എല്ലാവരും പറയുന്ന എൻ്റെ അടുത്ത് ഈ പടം ഒത്തിരി മുകളിലോട്ട് പോകണം എന്നുള്ളത്. So I'm very happy to be a part of this film. Thank you, Jofin, and thank you all. Thanks. ഞാനൊരിക്കൽ വേണിച്ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വേണിച്ചേട്ടൻ എൻ്റെ മുജീബ് കേൾക്കണം ഞാൻ ഈ പറയുന്നത്. വേണിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞത് രേഖാചിത്രത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയപ്പോൾ ഞാൻ ആകെ, വേണിച്ചേട്ടൻ പറയുന്നതാണ്, ഞാൻ ആകെ സെൽഫി എടുക്കാൻ ആഗ്രഹിച്ചത് മുജീബിനോടാണ്. ഇത് മുജീബ് അറിയണം. ഇവർക്കുള്ള രേഖാചിത്ര വിജയ മെമന്റോകൾ സമ്മാനിക്കുകയാണ്. സംഗീത സംവിധായകൻ ആദ്യം ഏറ്റുവാങ്ങുന്നു. സംഗീതം അറിയുന്ന മനോജിൽ നിന്നും മനോജ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്നിട്ട് 31 വർഷമായി. ആദ്യമായിട്ടാണ് സിനിമ ഒരു ആഘോഷം ദുബായിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അതിനൊരു അവസരം ദൈവം തന്നു. അതിൽ കാരണക്കാരായ വേണുചേട്ടനോടും ജോഫിനോടും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന നിലയ്ക്ക്, അതായത് എൻ്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ഈ പറയുന്ന ബഡ്ജറ്റ് പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാണ്ട് വളരെ, എന്നാൽ പടത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ട് ആ ഇട്ട ബഡ്ജറ്റിൽ നിർത്തിക്കൊണ്ട് സമയത്തിനുള്ളിൽ സിനിമ തീർക്കാൻ സാധിച്ചു എന്നുള്ളതാണ് വളരെയധികം സന്തോഷം. ആ പടം തിയേറ്ററിൽ ഈ അവസരത്തിൽ 50 ദിവസത്തിൽ ഓടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം ഒരു പ്രൊഡ്യൂസർ നിലനിന്നാൽ മാത്രമാണ് വീണ്ടും സിനിമകൾ ഉണ്ടാവുള്ളൂ. ആ സിനിമ വന്നാൽ മാത്രമാണ് ആർട്ടിസ്റ്റിനായാലും ടെക്നീഷ്യനായാലും ഒക്കെ തന്നെ ജോലി ലഭിക്കത്തുള്ളൂ. അപ്പോൾ സിനിമകൾ, നല്ല സിനിമകൾ ഉണ്ടാകുകയും വളരെ നല്ല ഹിറ്റുകൾ ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കേൾക്കുന്നു. കാവ്യ ഫിലിംസ് ലൈൻ പ്രൊഡ്യൂസർ എന്ന റോളിനോടൊപ്പം തന്നെ പോസ്റ്റ്മാൻ ആയി അഭിനയിച്ച GK ഗോപകുമാർ. പ്രൊഡക്ഷൻ കോർഡിനേറ്റർ എന്ന നിലയിൽ കോർഡിനേറ്റ് ചെയ്തപ്പോഴും ക്യാമറാമാൻ പാടിയായി വേഷമിട്ട അഖിൽ ശൈലജ ശശീലൻ. കാവ്യ ഫിലിംസിന്റെ 3 പ്രൊഡക്ഷൻ മാനേജർമാർ 3 സ്ക്രീനിൽ സാന്നിധ്യമായിരുന്നു. ചാലക്കുടി CI ദിലീപ് കുമാർ ചെറായി, ഞാൻ ഈ അടുത്ത വ്യക്തിക്ക് എന്താണ് ഒരു പേര് ആ കഥാപാത്രത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ തന്നെ ഒരു പേരിട്ടു. ഇന്ദ്രൻസ് ചേട്ടന്റെ കാലൻ സുരേഷ് കുമാർ. One of the Tadathil family member, Chiriyachan Akana. ഇവർക്കുള്ള വിജയ മെമന്റോകൾ സമ്മാനിക്കുകയാണ്. ഷിബു സുശീലന്, GK ഗോപകുമാറിന്, GK എന്ന ഗോപകുമാറിന്, അഖിലിന്, ദിലീപിന്, സുരേഷിന്, ചെറിയാച്ചന്, വേണുചേട്ടൻ സമ്മാനിക്കുന്നു.
ഷിബു, ഗോപകുമാർ, അഖിൽ, രേഖാചിത്രം എന്ന ഞങ്ങളുടെ സിനിമയെ ഏറ്റവും വലിയ ഹിറ്റാക്കിയ ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ആദ്യമായി നന്ദി പറയുന്നു. ഏതൊരു വ്യക്തിയുടെയും ലൈഫിൽ ഏറ്റവും പ്രധാനമായും ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി അത് താങ്ക്ഫുൾ ആവുക എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരോട് താങ്ക്സ് പറയാനുണ്ട്. ഈ സിനിമയുടെ പിന്നിലും പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. ഒരുപാട് രാത്രികൾ ഉറങ്ങാതെ, ഭക്ഷണം സമയത്ത് കഴിക്കാതെ, അങ്ങനെ ദിവസങ്ങളോളം ഉറങ്ങാതെ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ മുജീബ് കുറച്ച് മുമ്പ് വന്നിട്ട് ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു. ഈ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ദിവസം പോലും മുജീബ് ഉറങ്ങിയിട്ടില്ല. മുജീബിനെ ഉറങ്ങാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അവസാനം ജോബിനൊക്കെ പറയുന്നത് ചേട്ടൻ എപ്പോഴും വിളിക്കണ്ട. അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഉറങ്ങാതെ പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമയിൽ. അപ്പൊ എല്ലാവർക്കും ഓരോരുത്തരുടെ പേരും കൂടെ ഇതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ ഏറ്റവും അധികം നന്ദി പറയാനുള്ളത് ഒരു വ്യക്തിക്കാണ്. അതായത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് 9ഓളം സിനിമകൾ ചെയ്ത് അതിലൊരു ഹോളിവുഡ് ചിത്രവും ഒരു കന്നഡ സിനിമയും ഉൾപ്പെടെ 9ഓളം സിനിമകൾ ചെയ്ത് 450 കോടിയിലേറെ ഗ്രോസ് കളക്ഷൻ നേടിയ മലയാളത്തിലെ ഒരേ ഒരു പ്രൊഡ്യൂസർ ഒരു വലിയൊരു കൈവഴിയുണ്ട്. പലരും എന്നോട് പറയാൻ 2 മിനിറ്റ് കൂടുതലെന്ന് അനുപേട്ട പ്രത്യേകം പറഞ്ഞിട്ടുള്ള 2 മിനിറ്റ് കൂടിയ മൈക്രോബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. അത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വേണിച്ചേട്ടൻ ഭയങ്കര ലക്കിയാണ്, അതായത് തുടരെ ഹിറ്റ് സിനിമകൾ. പക്ഷേ എനിക്കത് വ്യക്തമായിട്ട് അറിയാം വേണിച്ചേട്ടൻ ലക്കിയായതുകൊണ്ട് മാത്രമല്ല, വേണിച്ചേട്ടൻ ഈ ഓരോ സിനിമകൾക്ക് വിടുന്ന എഫേർട്ട്, അതിന് വേണ്ടി നടത്തുന്ന ട്രാവൽ, അതിന് വേണ്ടി നടത്തുന്ന ഹാർഡ് വർക്ക്, അത് മറ്റൊരാൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു വലുതാണ്. അത് ഏറ്റവും അടുത്ത് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ടറിയാം. അത് മാമാങ്കൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ദിവസം ഞാൻ ഒരു ദിവസം രാവിലെ ഞാൻ വിളിക്കുമ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞു, വേണിച്ചേട്ടൻ US-ലാണ്. വേണിച്ചേട്ടൻ സിനിമയുടെ സംസാരിക്കുന്നതിനിടയിലാണ് പറഞ്ഞത് ഞാൻ കുറച്ച് സിനിമയുടെ മേക്കിംഗ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് വന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസർ ഇത്രയും ട്രാവലുകൾ നടത്തി ഇത്രയും സിനിമയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച് ഇതിനോട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത് തന്നെയാണ് വേണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ വിജയത്തിന്റെ പിന്നിലുള്ള കാരണം, ഈ ഹാർഡ് വർക്ക് തന്നെയാണ്. അതുകൊണ്ടത് വെറുതെ ലക്കല്ല, വേണിച്ചേട്ടന് വേണ്ടി എടുക്കുന്ന എഫേർട്ടും ഹാർഡ് വർക്കും വളരെ വലുതാണ്. ഞങ്ങൾ 2018 ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചുറ്റും വെള്ളമാണ്, എല്ലാ ക്രൂ മെമ്പേഴ്സും വെള്ളത്തിലാണ്. അത് രാവിലെ തൊട്ട് രാത്രി വരെ വെള്ളത്തിൽ. അത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് ഉണ്ട്, ക്രൗഡ് സീൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇതിനൊക്കെയുള്ള മുന്നൊരുക്കങ്ങൾ വേണിച്ചേട്ടൻ ഡെയിലി പിടിക്കും. അതുപോലെ തന്നെ 100 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു, അതിലൊരു 50 ദിവസം വേണിച്ചേട്ടൻ നാട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഓരോ പ്രധാനപ്പെട്ട സീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെല്ലാ നിർദ്ദേശങ്ങളും വന്ന് ഞങ്ങളോടൊപ്പം വേണിച്ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങൾ പ്രത്യേകം പറയുന്നത്, അതായത് 100 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ കണക്കുണ്ടായിരിക്കും. ഇറങ്ങുന്നതിന് മുമ്പ് അതുപോലെ അവർ തിരിച്ച് കയറിയിട്ടുള്ള അവർക്കൊരു പരിക്കോ ഒരു പ്രശ്നങ്ങളോ ഇല്ലാതെ, ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ അവർ തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ മേടിച്ചിട്ട് വളരെയധികം ശ്രദ്ധിച്ചിട്ട് ആ സിനിമയോടൊപ്പം ട്രാവൽ ചെയ്ത് അത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വിജയങ്ങളും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മേടിച്ചേട്ടന് ഒരുപാട് നന്ദി പറയുന്നു. ഇത്രയും നല്ല സിനിമകൾ ചെയ്യാൻ സാധിച്ചത് അത് വെറുതെ ലക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എഫേർട്ടാണ്. പിന്നെ മറ്റൊരു സ്ട്രോങ് പില്ലർ കൂടിയുണ്ട് നമ്മുടെ കാവ്യ ഫിലിംസിന്. അധികാരം ചിലപ്പോൾ അറിയില്ലായിരിക്കും, പക്ഷേ ഓരോ സിനിമയും വിശദമായി വിശകലനം ചെയ്ത് കണ്ട് അങ്ങനെ വേണിച്ചേട്ടൻ്റെ ഏറ്റവും വലിയ ഒരു സ്ട്രെങ്ത് ആയി ഉണ്ടായിരുന്ന ആ വ്യക്തി, അത് കാവ്യ ഫിലിംസിന്റെ മാനേജിംഗ് പാർട്ണറാണ് പ്രിയ ചേച്ചി. പ്രിയ ചേച്ചി ഓരോ സിനിമകളിലും കൃത്യമായിട്ട് അഭിപ്രായങ്ങളുണ്ട്. പ്രിയ ചേച്ചി വലിയൊരു കൈയ്യടി കൊടുക്കണം. പ്രിയ ചേച്ചി സിനിമ ചിലപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ടാകും, ചേച്ചി എന്താ പറയാൻ പോകുന്നത്, പക്ഷെ കൃത്യമായിരിക്കും പറയുന്ന കാര്യങ്ങൾ. ആ സിനിമ എങ്ങനെയായിരിക്കും എന്ന് അത് ഏറ്റവും ആദ്യം പറയുന്നതാണ് പ്രിയ ചേച്ചിയാണ്. പ്രിയ ചേച്ചിക്കും ഒരു വലിയ നന്ദി. ഈ സിനിമയോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ സിനിമ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവരും ഒരിക്കലും താങ്ക് യു. രണ്ടു വാക്ക് പറയണം, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പറയുന്നത്
സിനിമ ഭയങ്കര മോഹിച്ച് നടന്ന ഒരാളല്ല ഞാൻ. എപ്പോഴും ചെറുപ്പം പോലെ ഒരു ഷോർട്ട് ഫിലിം കണ്ട് പിടിച്ച് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ പല സാഹചര്യങ്ങളും വക്കീലാണ് രണ്ടുപേരും പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എങ്ങനെ സിനിമ ഉദ്ദേശിക്കുന്ന സമയത്ത് കാവ്യ ഫിലിം കമ്പനിയിൽ പോയിക്കാൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് അത് വലിയൊരു ടേണിംഗ് പോയിന്റ് തന്നെയായിരുന്നു ലൈഫിൽ. ഒരു ആക്ടർ ആകണം എന്ന് തന്നെയാണ് അതിപ്പോഴും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ മോഹം, ആ ഡ്രീം. പക്ഷെ അതിലൊപ്പം പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് കാവ്യ ഫിലിം കമ്പനിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. 2018 ദാറ്റ് വാസ് മൈ ഫസ്റ്റ് മൂവി. അപ്പൊ ആ ഒരു മൂവിയിൽ ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഏറ്റവും വലിയ കാരണക്കാരനായ വേണു സാറിന് എനിക്ക് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. അത് എനിക്ക് പറയണം ആ ഒരു കാര്യം. ആൻഡ് ഓൾസോ ഗോപൻചേട്ടനാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി തന്നത്. അതുകൊണ്ട് തന്നെ കാവ്യ ഫിലിം കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സാറ്റിസ്ഫൈഡ് ഹാപ്പിയാണ്. പ്രൊഡക്ഷൻ സൈഡിൻ്റെ ഇമ്പോർട്ടൻസ് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബിക്കോസ് ഹൗ ഇമ്പോർട്ടൻറ്റ് പ്രൊഡ്യൂസർ ഈസ്, ഹൗ ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ഷൻ ടീം ഈസ്. ഐ വുഡ് സേ പ്രൊഡ്യൂസർ ഇസ് ദ കിങ്. പ്രൊഡ്യൂസർ റിയലി ഡിഫൈൻസ് എവറിത്തിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ സൈഡിൽ എനിക്കിപ്പോൾ ഈ സിനിമയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗോപൻ ചേട്ടൻ, ഷിബു ചേട്ടൻ, ദിലീപേട്ടൻ, ചെറിയ ഞാൻ വിളിക്കുന്ന സ്നേഹത്തോട് ചെറിയ നിങ്ങളെല്ലാവരും വളരെ കൂട്ടമായ പ്രൊഡക്ഷൻ സൈഡ് എന്ന രീതിയിൽ നല്ല എഫേർട്സ് എടുത്തിരുന്നു. ആൻഡ് ഓൾസോ ഈ സിനിമയിൽ ആസ് എൻ ആക്ടർ എനിക്ക് ഓപ്പർച്യൂണിറ്റി സോ ഗ്ലാഡ്. അത് നിസാരമല്ല, എനിക്കറിയാം പുതിയ ആൾക്കാരുടെ ആസിഫിക് ഐ മീൻ ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ്. എനിക്ക് ഈ വേദിയിൽ പറയുന്നത് നിങ്ങൾ എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എഴുതിയിരുന്നു, വായിച്ചൊന്നും എനിക്കറിയില്ല. നോട്ട് ജസ്റ്റ് ആസ് എൻ ആക്ടർ, ആസ് എ ഹ്യൂമൻ ബീങ്. അതുകൊണ്ട് തന്നെ എനിക്കിത് ഈ വേദിയിൽ പറയണം. ആൻഡ് ഓൾസോ മനോജേട്ടൻ, ഞാൻ മനോജനായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇതിലുള്ള എല്ലാ ആക്ടേഴ്സും എല്ലാവരുമായിട്ടും എനിക്ക് ആസ് എൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ കുറെ കൂടെയൊക്കെ സംസാരിച്ചു. ബ്രോ അങ്ങനെയുള്ളവരാണ്, സെറിൻ, ബാമ, അനശ്വര, എല്ലാവരും, മേഘ, എല്ലാവരും ഞാൻ ഇവരായിട്ടാണ് കൂടുതൽ ഇന്ററാക്ട് ചെയ്തത്. സോ ഐ എം സോ ഗ്ലാഡ് ഐ ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി. Last but not the least, I see this as a tribute to my father who wanted me to be in cinema. So he is no more. He passed away when I was 9 വയസ്സായിരുന്നു. സോ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറായിരുന്നു എൻ്റെ അച്ഛൻ ശശിധരൻ. അതുപോലെ എൻ്റെ ഏറ്റവും വലിയ ക്രിട്ടിക്കായ എൻ്റെ അമ്മയ്ക്കും ഞാൻ ഈ ഒരു രണ്ടുപേരുടെ പേര് എൻ്റെ പേരിൻ്റെ വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച്. Thank you. Thank you, Shibu. Thank you, GK. Thank you, Akhil. Thank you, Dilip. Thank you, Suresh. Thank you, Cheriyachi. കാവ്യ ഫിലിംസിന്റെ സൗഹൃദ വലയത്തിലുള്ള 3 പേർ അഭിനേതാക്കളായി വീണ്ടും സ്ക്രീനിൽ എത്തുകയായിരുന്നു രേഖ ചിത്രത്തിലൂടെ. ഒരു വ്യക്തി കാവ്യ ഫിലിംസിന്റെ തന്നെ ഭാഗ്യ ചിഹ്നമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കാരണം കാവ്യ ഫിലിംസിന്റെ ഈ അടുത്ത് വന്ന എല്ലാ സക്സസ് സിനിമകളിലും ഇദ്ദേഹത്തിന്റെ മുഖമുണ്ട് എന്നതാണ് വാസ്തവം. മാളികപ്പുറം 2018, ഇപ്പോൾ ഇതാ രേഖ ചിത്രത്തിലും ഡോക്ടറായി വേഷമിട്ട കൃഷ്ണ പ്രസാദ്. അരമനയിലെത്തി സംഭാവന നൽകുന്ന ബിസിനസ്സുകാരൻ ജോയ് വാഴപ്പി. എല്ലാ സിനിമാ പ്രേമികൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഇരിക്കുന്ന പലരും, എന്നെ അറിയുന്ന പലരും സിനിമയിൽ എൻ്റെ ഭാഗം വന്ന സമയത്ത് ശ്രദ്ധിച്ച് കാണാൻ അവർ എന്നെ മുന്നേ അറിയുന്നതുകൊണ്ട്. ഇതിൽ പലർക്കും സിനിമയിൽ ഞാൻ നിന്ന് പോയ സമയത്ത് ഒരു പക്ഷേ ഞാൻ അഭിനയിച്ച ആ ഒരു ഭാഗം നിങ്ങളുടെ മുഴുവൻ രജിസ്റ്റർ ആയിട്ടുണ്ടാവണമെന്നില്ല. കാരണം വളരെ ചെറിയൊരു സമയമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഒരു കാഴ്ചപ്പാടിലൂടെ ഞാൻ പറയുന്നത്, ഈ സിനിമയാക്കിയത് ഞാൻ അഭിനയിച്ച ആ റോളിൽ വന്ന കുര്യൻ എന്ന് പറഞ്ഞൊരു ബിസിനസ്സുകാരനാണ്. വളരെ വിനീതത്തോടും വളരെ ബഹുമാനത്തോടും കൂടി ഒരു കന്നി അംഗത്തിന് ഇറങ്ങിയ എന്നെ ഈ ഒരു റോഡിൽ എന്നെ ആ ഒരു സ്പേസ് തന്ന
എൻ്റെ പ്രിയ കൂട്ടുകാരൻ വേണുവിനോട് ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുന്നു. ഈ സിനിമയാക്കിയിട്ട് വേറൊരു ഡയറക്ടറിൽ തിരിച്ചു വിട്ട ഒരു ക്യാരക്ടറായിരുന്നു അത്. അങ്ങനെ ഒരു ബിസിനസ്സുകാരൻ വരാതിരിക്കുകയും ആ സമയത്ത് വക്കച്ചൻ എന്ന ആളവിടെ ഇല്ലാതിരിക്കുകയും പുഷ്പം എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ അവിടെ ഇല്ലാതിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ ഫിലിം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല, വേറെ ഏതൊരു ഡയറക്ഷനായിരുന്നു എന്നാണ് രാമു എന്നോട് ഇത് എഗ്രി ചെയ്യും. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഫിലിം റിലീസാവുന്നതിനേക്കാൾ മുന്നേ ആദ്യമായിട്ട് ഈ ഫിലിം കണ്ടത് വേണുമല്ലാതെ വേറൊരാളെ കണ്ട് ജോയി അഭിനയിച്ചത് നന്നായെന്ന് പറഞ്ഞത് പ്രിയാണ്. താങ്ക് യു. ഒരിക്കൽ കൂടി വേണുവിനെ കുറിച്ച് എല്ലാവരും വേണുവിൻ്റെ പല കഴിവുകളെ കുറിച്ച് പറഞ്ഞു. എന്നാലും ഒരു കാര്യം കൂടി ഇവിടെ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഒരു 2-3 മാസങ്ങൾക്ക് മുന്നേ ഞാനും വേണും ഉഗാണ്ടയിലെ കമ്പാലയിൽ ഒരു ഹോട്ടലിൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ആവശ്യത്തിനായിട്ട് പോയിട്ട് ഒരു ഈവനിങ്ങിന് ഞങ്ങൾ സംസാരിച്ചിരുന്ന സമയത്ത് ഒരു കഥയുടെ ഒരു വരി എന്നോട് പറഞ്ഞു. അതങ്ങനെ ഞാൻ കേട്ടു. സീൻ ബൈ സീനായിട്ട് ആ ഒരു മുഴുവൻ സിനിമ എന്നോട് പറഞ്ഞ സമയത്ത് എൻ്റെ വയറെന്ന് പറഞ്ഞത് എൻ്റെ മനസ്സായിരുന്നു അതെന്ന് പറഞ്ഞത്. ഇത്രയും വിശദമായിട്ട് സീൻ ബൈ സീനായിട്ട് സംസാരിച്ച് എനിക്ക് കഥ പറഞ്ഞു തന്ന എൻ്റെ പ്രിയ സുഹൃത്ത് അങ്ങനെ ശ്വസിക്കുന്നത് മുഴുവൻ സിനിമയാണെന്ന് പോലും എനിക്ക് അസൂയോട് കൂടിയിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ച് ഇവിടെ വേണ്ടൂടെ എത്തി എനിക്കിങ്ങനെ ഒരു സ്പേസ് തന്നതിന് വളരെ സന്തോഷം. ഈ ചെറിയ ഒരു സമയം കൊണ്ട് ഒരു 50 ദിവസം ഓടിയ ഈ ഫിലിം ഞാൻ ആലോചിക്കുന്നത് കുറച്ചുകൂടി കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഇത് ഒരു പക്ഷേ പാനേറ്റീവ് ആയി അടുത്തൊരു ഓസ്കാറിന് പോയത്. എന്തായാലും താങ്ക് യു, എല്ലാവർക്കും നന്ദി, നമസ്കാരം. Respected Bishop in the movie. ബഹുമാന്യായ പിതാവ് കിട്ടിയ സംഭാവന വക്കച്ചന് കൊടുക്കാതെ കയ്യിൽ തന്നെ വെച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിനിമയിൽ മറ്റൊരു കഥ സംഭവിച്ചത്. He's a sports columnist who turned actor. Let me tell you, I honestly learned the game of cricket reading his columns and could commentate even for the World Cup T20 for a radio here. I do wonder, K.R. Nair sir, while Champions Trophy is happening in the middle, what are you doing here? Champions Trophy is happening there. Why you are here? ഞാൻ 15 വേൾഡ് കപ്പ് റിപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. ചാമ്പ്യൻസ് ട്രോഫി ഇപ്പോൾ 6ാമത്തെ ചാമ്പ്യൻസ് ട്രോഫി റിപ്പോർട്ട് ചെയ്തു. ക്രിക്കറ്റ് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഡോക്ടർ സതീഷിൻ്റെയും വേണുവിൻ്റെയും ക്രിക്കറ്റ് ഇഷ്ടത്തിൽ നിന്ന് ഉടലെടുത്തതാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ ആക്രമണമായിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് അഭിനയിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ സ്കൂളിൽ ഞാൻ മോഹൻലാലും പ്രിയദർശനും എല്ലാവരും ഉണ്ടായിരുന്നപ്പോൾ ഞാനായിരുന്നു ബെസ്റ്റ് ആക്ടർ. പക്ഷേ ഇതെല്ലാം കളഞ്ഞിട്ട് എന്താ പോകാന്ന് വെച്ചാൽ ആക്രമണം സിനിമ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആ പകുതി ആയപ്പോഴാണ് ജയൻ ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആ സിനിമ ആ സീനുകൾ കട്ട് ചെയ്തു. എൻ്റെ സീനും പലതും കട്ട് ചെയ്തു പോയി. അതോടുകൂടി ഞാൻ വിചാരിച്ചു എൻ്റെ സ്വപ്നം, അഭിനയ സ്വപ്നം കഴിഞ്ഞു. ഇതറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നു വേണുജി. വേണുജി എന്ന് പറഞ്ഞു ഇനി ഒരു സിനിമയിൽ അഭിനയിക്കാം. അങ്ങനെയാണ് 218 DGP ആയിട്ട് അഭിനയിച്ചത്. അന്ന് അഭിനയിച്ചപ്പോൾ അന്ന് ഇവിടെ റിവ്യൂ ചെയ്ത ദിവസം ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു ഞങ്ങളെല്ലാം. ഞാൻ അന്ന് പറഞ്ഞു നമ്മൾ ഈ സിനിമ ഓസ്കാറിന് പോകും അന്ന്. അതുപോലെ സംഭവിച്ചു. അത് ഇത്രയും ക്രിക്കറ്റൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിലും സിനിമ നടനായതിനു ശേഷമാണ് പലരും ഇപ്പൊ എൻ്റെ സെൽഫി എടുക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ സെൽഫികളൊന്നും എടുത്തിട്ടില്ല. ഇന്ന് പലരും സെൽഫി എടുക്കും. ഏറ്റവും രസകരം എന്താന്ന് വെച്ചാൽ ഈ രേഖാചിത്രം ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എയർപോർട്ടിൽ തിരിച്ച് ദുബായിക്ക് വരാനായിട്ട് നിന്നപ്പോൾ അവിടെ
എനിക്ക് താടി വളർത്തിയിരുന്നു ബിഷപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ ഒരു താടി ഇല്ലല്ലോ പാസ്പോർട്ടില്. ഞാൻ പറഞ്ഞു ഇത് സിനിമ ബിഷപ്പായിട്ട് അഭിനയിക്കാനായിട്ട് ചെയ്തതാണ്. ഓ നിങ്ങള് നടനാണോ? അതെ, 218 അതും കണ്ടിട്ടുണ്ട്. അങ്ങനെ 2018. അപ്പൊ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോ എന്നെ ഉടൻ അപ്ഗ്രേഡ് ചെയ്തു ബിസിനസ് ക്ലാസ്സിലേക്ക്. സോ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടെന്ന് എനിക്ക് ഏറ്റവും സന്തോഷമാണ്. സെറീനയുടെ കൂടെയും ഉണ്ണിയുടെയും കൂടെയും എനിക്ക് ആ രംഗത്ത് വരാനും എൻ്റെ കയ്യിൽ നിന്ന് കൊടുത്ത പൈസ പോയി ആണ് ജോയ് തന്ന പൈസ കൊടുത്തതാണ് ആ സിനിമയുടെ കംപ്ലീറ്റ് ടെമ്പോ മാറ്റിയത്, ആ മോട്ടിച്ചോണ്ട് പോണതും എല്ലാം. സോ ഇറ്റ് വാസ് അത് സക്സസ് ആയപ്പോൾ മനസ്സിനുണ്ടായ വലിയൊരു സന്തോഷമാണ്. 2018 സക്സസ് ആയി അഭിനയിച്ചത്, ഇതും സക്സസ് ആയി. ഇത് രണ്ടും അപ്പം ഒന്നും കൂടെ ആയി കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കൊരു ഹാട്രിക് ചാൻസ് ആണ് ക്രിക്കറ്റ് എന്നുള്ള രീതിയിൽ. ഇതിനുള്ള നന്ദി. താങ്ക് യു സോ മച്ച്. 2018 DGPയെ പിന്നീട് ഞാൻ കണ്ടപ്പോൾ ഞാൻ ഒന്ന് സല്യൂട്ട് ചെയ്തു. ഇപ്പൊ ബിഷപ്പിനെ കണ്ടപ്പോൾ ഞാൻ ആ കയ്യിൽ നിന്ന് വൈകുന്നേരം ഒരു മുത്തം കൊടുത്തു. ഇവർക്കുള്ള രേഖാചിത്ര വിജയ മെമന്റോ സമ്മാനിക്കുകയാണ്. ആദ്യം കൃഷ്ണപ്രസാദിന് ആസിഫ്, ജോയ് വാഴപ്പള്ളിക്ക് മനോജ് കെ ജയൻ, മറ്റ് രേഖാചിത്രത്തിന്റെ കൂട്ടാളികൾ, ടെക്നീഷ്യൻസ്, ഇവിടെ വന്നിരിക്കുന്ന സദസ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ജീവിത വിജയങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഇറ്റ്സ് മീ മച്ചിങ്ങൽ രാധാകൃഷ്ണൻ സൈനിങ് ഓഫ്. വോട്ട് ഓഫ് താങ്ക്സ് അനൂപ് പ്രതാപ്. GM സിട്രോൾ. ഒപ്പം വേർചേട്ടൻ പഠിച്ച കലാലയം SNM കോളേജ് മാലിയങ്കര. SNM കോളേജ് മാലിയങ്കരയുടെ ഗ്ലോബൽ അലുമിനിയായ സാഖയുടെ ആദ്യ പ്രസിഡന്റ് അനൂപ് പ്രതാപ്. സ്നേഹം വ്യക്തികളെ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തീർക്കേണ്ടതുണ്ട്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഈ സക്സസ് പാർട്ടി ഇവിടെ നടത്താനായിട്ട് കാവ്യ ഫിലിംസിന് സാധിച്ചത് ലോകത്തിലെമ്പാടുമുള്ള മലയാള സിനിമ പ്രേക്ഷകരാണ്. അവർക്കാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. വേണിച്ചേട്ടനെ കുറിച്ച് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഇനിയും എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി ഏറ്റവും നല്ല ടീമിനെ ബിൽഡപ്പ് ചെയ്ത് കൃത്യമായ അതിൻ്റെ എല്ലാ കണക്കുകളും കാര്യങ്ങളും എല്ലാം നോക്കിക്കണ്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നത് അടുത്തു നിന്ന് കാണുവാനുള്ള സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മലയാളികൾക്ക് സമ്മാനിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. ഒരു പ്രവാസി എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു. പല ആഘോഷങ്ങളും നമ്മൾ ഗൾഫിൽ കണ്ടിട്ടുണ്ട്, പല സിനിമകളുടെ ആൾക്കാരും വന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയധികം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ദുബായിൽ കൊണ്ടുവന്ന് ഒരു സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ നടത്തിയത് നിങ്ങൾ കണ്ടെത്താവുന്നത് 1-2 വർഷങ്ങൾക്കിടയിൽ മാത്രമാണ്. വാളിയപ്പുറത്തിന്റെ സക്സസ് സെലിബ്രേഷൻ നമ്മൾ കണ്ടു, 2018 സക്സസ് സെലിബ്രേഷൻ നമ്മൾ കണ്ടു. അതിനു മുമ്പ് മാമാങ്കത്തിന്റെ ഒരു വലിയ പ്രോഗ്രാം ഇവിടെ നമ്മൾ നടത്തി. ഇപ്പോൾ ഇതാ രേഖാചിത്രത്തില് സിനിമയുടെ മുന്നിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ അതിന്റെ പിന്നിലുള്ള ആൾക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നതാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ക്രൂ മെമ്പേഴ്സിനും അതിന്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച എല്ലാ വ്യക്തികൾക്കും എല്ലാ മലയാള സിനിമ സ്നേഹികൾക്കും വേണുചേട്ടന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നന്ദി, നമസ്കാരം.